മുത്തമ്മേ മുത്തമ്മേ അമ്മ വെച്ച ചോറും നല്ലവിയൽ കൂട്ടും അമ്പലത്തിൽ പോക്കും ആനച്ചന്തം നോക്കും ഓർമ്മിക്കാൻ പറന്നുവാ തത്തേ പാൽ നിലാവത്തേ പവിഴപ്പൂ മുത്തേ പണ്ടത്തെ നാട്ടും പുറമോർമ്മയുണ്ടോ തത്തമ്മേ തത്തമ്മേ മണിപ്പട്ടുടുത്തൊരോണം പൂങ്കോടി പാവോടെ വാ പൂങ്കോടി പാവോടെ വാ പകൽ തുമ്പിനി ചേലോടെ വാ റാത്തോടി തുമ്പേറി വാ ഈ പാടത്തെ നല്ലോലമേൽ കോലവും എഴുതിയോ കിളിമഞ്ഞൾ പൂസിയോ നല്ല മദ്ദളങ്ങൾ പാണത്തൊടി ചെണ്ടമേളം താളത്തോട്ടം കാറ്റിന്റെ കരകയാട്ടം പണ്ടത്തെ നാട്ടും പുറമോർമ്മയുണ്ടോ തത്തമ്മേ 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 വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യ ഭഗവാനും വന്നുദിക്കാൻ നിന്നുദിക്കാൻ ഇന്ദിത്ര താമസിച്ചേ. മുത്തപ്പ ഒന്ന് പാട് മുത്തപ്പ, കേൾക്കാൻ കൊതിയാവണ്. വയ്യ വാസു, രാവ് മുഴുവൻ മരവും തുടിയും തപ്പും കൊട്ടി കുഴലൂതി മുടിയാടി വയ്യാണ്ടായി. പിന്നെ ഉഗ്രപ്രതാപിയായ ദേവയുടെ നടക്കൽ നിൽക്കുമ്പോ എല്ലാം അങ്ങോട്ട് മറക്കുക. വയ്യ. എന്നാലും മുത്തപ്പ എന്നാ നിനക്ക് വേണ്ടി ഒന്ന് പാടാം. വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യ ഭഗവാനും ഇന്നെന്താ ഭഗവാനെ വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ. ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ. എന്താ വാസു, പാട്ടിഷ്ടായോ? അസലായി. ഞാനും കൂടി കൂടട്ടെ നിങ്ങളുടെ കൂടെ? കേട്ടില്ലേ? എന്താ മുത്തപ്പ? വേണ്ട വാസു, ഇതുകൊണ്ടൊന്നും ഇക്കാലത്ത് ജീവിക്കാൻ ഒക്കില്ല. മഞ്ഞളും പാലപ്പൂവും മണക്കണ രാത്രികളില് അമ്മയുടെ തിരുമുറ്റത്ത് ആണുങ്ങളെ വാദ്യമേളങ്ങൾക്കനുസരിച്ച് കെട്ടിവെച്ചിരിക്കുന്ന മുടിയഴിച്ച് പെണ്ണുങ്ങള് ഒരു നിയോഗം പോലെ ആടാനിറങ്ങുന്നത് ഒരു വലിയ കാര്യം തന്നെയായിരുന്നു.
കാളി രൂപം മനസ്സിൽ ധ്യാനിച്ച് ഉറഞ്ഞാടുക അതൊരു വലിയ അനുഗ്രഹ. പതികാലത്തിൽ നിന്ന് ദ്രുതകാലത്തിലേക്ക് ചൊല്ലിയാടി കയറുമ്പോ ജീവിതത്തിന് തന്നെ ഒരു ഐശ്വര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ വല്ലതും ഉണ്ടോ? എല്ലാം പോയി. കുട്ടായി ഒന്നങ്ങനെ അടുപ്പിച്ചോ. ദാ, 4 ആളുടെ ഉണ്ട്. ഓ അയ്യപ്പ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. അടുത്ത വെള്ളിയാഴ്ച ആ, മുത്തപ്പോ ഇനി നാളെ കാണാം. നാളെ ഒന്നും ഇല്ലല്ലോ വാസു. ഇനി എന്നാ? അടുത്ത വെള്ളിയാഴ്ച പറക്കുട്ടിക്കാവില്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ എടാ കുട്ടായി ആ വെള്ളം കോരി കളടാ. ആ എന്താ കോയിന്ന എന്തായി? ഇത്തിരി പഴക്കണ്ട് കുറുങ്കുഴല്ലേ, ഓ എന്നാലും നല്ല ശീല. ആ. മുത്തപ്പൻ കൊറേ കാലാലേ പറയണു. ആ, എന്തായാലും എനിക്കിത് വേണം. ഓ അങ്ങനെ ആവട്ടെ. ആ വേലേതാ 2 കഷ്ണം പുട്ടും പഴം പൊരിഞ്ഞും കെടുത്തോ. ചായ അല്ലേ? കടുപ്പത്തിലായിക്കോട്ടെ. ആ കൃഷ്ണകുട്ടി 2 ചായ, ഒന്ന് കടുപ്പ കുറച്ച്. എന്തുണ്ട് മുത്തപ്പ വിശേഷം? ഓ എന്ത് വിശേഷം, അങ്ങനെ പോണു. താനിങ്ങ ഒന്നേ. എന്താ സാർ? താനിത് എപ്പോഴാ തുറന്ന്? അരമണിക്കൂറായി കാണും. താൻ കട തുറക്കാൻ വന്നപ്പോ ഇവിടെ ആരെങ്കിലും കണ്ടായിരുന്നോ? ഇല്ല സാറേ. ആരെയാ സാർ അന്വേഷിക്കുന്നത്? അവൻ വീണ്ടും പുറത്തിറങ്ങിയിട്ടുണ്ട്. ദുർഗ ഇന്നലെ രാത്രി ഒരു നിഴല് പോലെ കണ്ടതാ, മുങ്ങി. അവൻ ഇവിടെ എവിടെയെങ്കിലും കണ്ടാൽ സ്റ്റേഷനിൽ വന്ന് വിവരം അറിയിക്കണം. മനസ്സിലായോ? ഉവ്വ്. ദേവി, അവൻ വന്നോ വീണ്ടും? മുത്തപ്പ, ഇനിയിപ്പോ എന്താ ചെയ്യാ നമ്മള്? സൂക്ഷിക്കണം, സൂക്ഷിക്കണം. തങ്കെടുത്തി. എന്താ കുമാര? അതെ, ഈ കഥ ഒന്ന് തുറന്നു തരുമോ? എന്തിനാ? വെറുതെ വെറുതെ കിണറ്റിലേക്ക് നോക്കിയിരിക്കാനാ. കിണറ്റില് വെള്ളം കാണാൻ നല്ല രസാ. എനിക്ക് പറ്റില്ല എന്റെ കുമാര. ആ വത്സലെങ്ങാനും അറിഞ്ഞാലേ. നിറയെ വെള്ളമുണ്ടോ കിണറ്റില്? ഉണ്ടല്ലോ. കലങ്ങിയിട്ടുണ്ടോ വെള്ളം? ഇല്ല. അല്ല, നിനക്കിത് എന്തു പറ്റി കുമാര? ഇത്തിരി വെള്ളം തരുമോ? തരാലോ. ഇതെന്തൊക്കെ നീ കാണണേ? എന്താ തങ്കെടുത്തി? കുറച്ച് വെള്ളം ചോദിച്ചതാ. വരുന്നവരോടും പോകുന്നവരോടൊക്കെ എന്തിനാ ഇങ്ങനെ യാചിക്കണേ? നീ വീട്ടിൽ പോയില്ലേ? ഇല്ല, കൃഷ്ണേട്ടന്റെ കടയിൽ നിന്ന് നേരെ ഇങ്ങ് പോന്നു. വീട്ടിൽ പോയാലും മനസമാധാനം ഉണ്ടാവില്ലല്ലോ. അതുപോലത്തെ വർത്തമാനങ്ങളാ കേൾക്കുന്നത്. എന്താ എന്താ കേട്ടെ? എന്താ മുത്തപ്പ? ഏയ് ഒന്നുമില്ല. പറയ. അല്ല, കാലത്ത് കൃഷ്ണന്റെ കടയിൽ പോലീസ് വന്നിരുന്നു. അവൻ വന്നിട്ടുണ്ടത്രേ. ദുർഗ. പേടിക്കാനൊന്നുമില്ല, എല്ലാം അവസാനിച്ചില്ലേ? എന്നാലും മുത്തപ്പ, അവൻ ഇനിയും എന്നെ അന്വേഷിച്ച്. അതിപ്പോ വരേണ്ട കാര്യം എന്താ? വരാതിരിക്കാൻ ദേവിയോട് ഉള്ളിലേക്ക് പ്രാർത്ഥിക്കുക. വെറുതെ ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. വത്സല വീട്ടിലേക്ക് അല്ലേ, ചിലത്തിനെ നോക്കിയിരിപ്പുണ്ടാവും. ഞാൻ ഇറങ്ങാ. ആ കുറുങ്കടലെ കുമാരന് വേണ്ടി കൊണ്ടുവന്ന കാവായ കാവിലൊക്കെ എത്രയോ കാലം മുടിയാട്ടത്തിന് കുഴല് വിളിച്ചവനാ നീയെ. ആ വിളിയൊക്കെ ദേവി കേൾക്കാണ്ടിരിക്കുവോ? മനസ്സിന് പേടിയും വിഷമൊക്കെ വരുമ്പോ ഈ കുഴലിലൂടെ ദേവിയെ വിളിക്കുക, സമാധാനം ഉണ്ടാവും.
ദേ ഒരാൾ കാണാൻ വന്നിരിക്കണേ. സുഭദ്രാമേ, ആരാ? കുട്ടാ എന്താ? രാവിലെ പാല് കുടിച്ചോണ്ടിരുന്നപ്പോ പെട്ടെന്ന് ഛർദിച്ചു. ആ, എന്തിനാടാ കരയണേ? ആ വത്സലേ, എന്താ ആ എണ്ണ എടുക്ക്. ഓ നോ ചോ മോനെ, കരയില്ലേ മോനെ? ദാമേ. ഇപ്പൊ എല്ലാം ശരിയാവും. ദാ, എണ്ണ ഒഴിച്ച് തേച്ച് ദാ, 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 ദാ. എന്റെ ദേവി, നീ കാത്തു. എന്താ പറ്റിയതമ്മേ? ഒന്നും പറയണ്ട എന്റെ കുട്ടാ. കുട്ടിക്ക് പാല് കൊടുക്കുമ്പോ ശ്രദ്ധിക്കാതെ പറ്റുന്നതാ ഇതൊക്കെ. രമേശ, സുമയോട് ശ്രദ്ധിക്കാൻ പറയട്ടോ. ദാ, മുലയൂട്ടുമ്പോ കുട്ടിക്ക് മുലപ്പാല് ശിരസിൽ കേറാതെ ശ്രദ്ധിക്കണം കേട്ടോ. ആ, എന്നാ പൊയ്ക്കോളൂ. വലിയ ഉപകാരം സുഭദ്രാമേ. എന്നോടല്ല പറയേണ്ടത്, ദേവിയോടാ. എന്നാ ഞാൻ പോട്ടെ. ആ, ചന്ദ്രേട്ടാ, 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 ഞാനിപ്പോ പോകട്ടോ. എങ്ങോട്ടാ രാവിലെ തന്നെ? അക്കരെ ടൗണിൽ പോണം. കുറച്ച് പച്ചമരുന്നുകൾ വാങ്ങണം. നന്ദിയാർ വട്ടം, ഇലവങ്ങം, പിന്നെ കുറച്ച് എണ്ണ. ആ, ഞാൻ ചന്ദ്രേട്ടന്റെ വീട്ടിൽ പോയിരുന്നു. എന്തായിരുന്നു വിശേഷം? ഒന്നുമില്ല, ഒന്ന് ചന്ദ്രേട്ടനെ കാണണമെന്ന് തോന്നി. അല്ല, ഇന്ന് എവിടെയാ ജോലി? ടൗണില് 2 വീടിന്റെ പെയിന്റിങ്ങാ. മണലുവാറിൽ നിർത്തി വെച്ചേക്കല്ലേ. അപ്പോ വൈകിട്ട് വീട്ടിലേക്ക് വരില്ല അല്ലേ? ദിവസം അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? എനിക്ക് ഒന്ന് കാണാലോ. കണ്ടിട്ട് എന്ത് ചെയ്യാനാ? ചുമ്മാ. അയ്യടി, ഇന്നലെ അമ്പലത്തിൽ നിന്ന് കിട്ടിയതാ, പൂജിച്ചതാ. കഴിച്ചോളൂ. ദാ. ദേ, വഞ്ചി പോകാറായി. നിക്ക്. സുഭദ്രാമയില്ലേ ഇവിടെ? ഉവ്വ്, വിളിക്കാം. ഓ, അമ്മേ, വരൂ, കേറി ഇരിക്കൂ കേട്ടോ. നമസ്കാരം. നമസ്കാരം. വരൂ, ഇരിക്കൂ. ഞങ്ങള് കടലാശ്ശേരിന്നാ. അവിടെ മാമ്പള്ളിക്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്ന്. ആഹാ, അടുത്ത മാസം 24-നാ ഉത്സവ പരിപാടികള്. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും മുടിയാട്ടം വേണം. അതിനെന്താ, സന്തോഷമുള്ള കാര്യല്ലേ. ചായ എടുക്കട്ടെ? അയ്യോ മോളെ? വേണ്ട സുഭദ്രാമേ, ഞങ്ങളിപ്പോ ചായ കുടിച്ചോളൂ. അഡ്വാൻസ് തരാൻ വന്നതാ. മാക്കോത മുത്തപ്പനെയും കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ പോലെ എല്ലാവരും വരണം, ആട്ടം കേമാക്കണം. ഓ, ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഓ. എല്ലാം നന്നാവും. സുഭദ്രാമയ്ക്ക് ഓർമ്മയുണ്ടോ ആവോ? വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ അവിടെ മുടിയാട്ടത്തിന് കാളികേറ്റുണ്ടായതാ. അറിയാം, ദേവിക്ക് കോമരം കെട്ടാൻ ഇക്കൊല്ലം ഞാൻ നോമ്പെടുക്കുന്നുണ്ട്. സന്തോഷായി. ആ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ. ഹലോ, ഹലോ, ഹലോ. ആ, പറയൂ. അതെ അതെ, ഭാരതി, കുരുവി ഭാരതി. അയ്യോ, അത് തന്നെ, പഞ്ചായത്ത് മെമ്പർ കുരുവി പെങ്ങൾ. എന്താ? ഓ, മണല് ജോസാണോ? ആ, എന്താ? മണല് വണ്ടി പിടിച്ചെന്നോ? നന്നായി മോനെ, നന്നായി. എടാ മോനെ ജോസേ, എന്റെ ആൾക്കാർ ഇവിടെ പണിയില്ലാണ്ട് തെണ്ടുമ്പോ നീ അനധികൃതമായി മണല് വാരി വിൽക്കരുത്. ആ, എന്താ? ഇല്ല, ഈ കാര്യം എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാ പറ്റില്ല. നീ അനുഭവിച്ചോടാ മോനെ. എന്തോ? ആ, ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ കാണും. 10 മണിക്ക് കമ്മിറ്റി ഉള്ളതാ. എന്തോ? ആ, ശരി ശരി, കാണാം. ഡ്രൈവർ, വണ്ടി എടുക്ക്. എന്ത് പണ്ടാറൊന്നും. എന്താ പറ്റിയേ? വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ലെന്നേ. അത് എന്നെ ചോദിച്ചത് എന്താ പറ്റിയെന്ന്. ഭീകരമായ ലോഡല്ല കയറിയിരിക്കണേ, അതുകൊണ്ടാ. എടാ മോനെ രാജു, വേണ്ട, നീ കേറ്, ഞാനൊന്ന് നോക്കട്ടെ. എന്തായാലും എന്തോ. എന്താ ഈ കാട്ടണേ? ആ, പോട്ടെ. പോകല്ലേ? പോടാ.
കളി തുടങ്ങി. ഇതേത് സുന്ദരിയാണാവോ? ഹലോ ഹലോ ഹലോ, സോറി മോളെ, ഇത് റെന്റേ കാറല്ല, റെന്റേ സൈക്കിൾ കടയാണ്. ഇവിടെ കാറുകൾ വാടകയ്ക്ക് കിട്ടില്ല. പകരം സ്ത്രീകൾ ഉപയോഗിക്കുന്ന ലേഡി ബേഡ് സൈക്കിളുകൾ മാത്രമേ കിട്ടൂ. ആട്ടെ, എന്താ മോളുടെ പേര്? മോളി. ഓ, സ്വീറ്റ് നെയിം. ആട്ടെ, മോൾക്ക് എത്ര പ്രായം വരും? 50 വയസ്സോ? സോറി ആന്റി, ആന്റിയുടെ പ്രായക്കാർക്കുള്ള സൈക്കിളുകൾ തൃശ്ശൂരുള്ള പട്ടാള മാർക്കറ്റിൽ കിട്ടും. അവിടെ പോയി തിരക്കിയാൽ മതി. എന്ത് കയ്യൊഴിയിരുന്നു? ആന്റി ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ പറ്റുമോ നോക്കട്ടെ. ആന്റിക്ക് പ്രായമായ പെൺമക്കൾ വല്ലതും ഉണ്ടോ? എങ്കിൽ പഠിപ്പിക്കാം. കുഞ്ഞു സൈക്കിളല്ലേ? അതെ, ഞാൻ തന്നെയാണ് മുതലാളി, സുബ്രൻ മുതലാളി. എടോ കൊച്ചു മൊയിലാളി, പിന്നെ വിളിക്കാം, റേഞ്ചില്ല. നീ എന്താ ഇപ്പൊ പറഞ്ഞത്? ഞാനോ? കുരിയപ്പങ്ങളോട് ഒന്നും പറഞ്ഞില്ലല്ലോ. എന്നോടല്ല, ഈ ഫോണിലൂടെ പറയുന്നതൊക്കെ ഞാൻ കേട്ടു. ഈ സൈക്കിളൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നതേ വാടകയ്ക്ക് കൊടുക്കാനാ. അതാര് ചോദിച്ചാലും കൊടുക്കണം. പെങ്ങളെ, ഇപ്പൊ വിളിച്ചത് 50 വയസ്സായ ഒരു തള്ളയാ. ഈ സൈക്കിളെ കൂടെ വെച്ചിരിക്കുന്നതേ പെങ്ങളെ പോലെ സുന്ദരികളായ തരുണിമണികൾക്ക് ചവിട്ടാനാ, അല്ലാതെ മൂത്ത് നിറച്ച് ഒരുമാതിരി എരണം കെട്ട തള്ളമാർക്ക് ചവിട്ടാനുള്ളതല്ല. എന്താ പെങ്ങളെ? ഇവിടെ അന്തസ്സായിട്ട് സൈക്കിൾ കട നടത്തിക്കൊണ്ട് പോന്നവളാ ഞാൻ. ഇവിടെ ഉണ്ടായിരുന്ന 10 സൈക്കിളുകൾ ബാക്കി വാടകയ്ക്ക് കൊടുത്തു. എന്നിട്ട് ഞാനേ കഴിഞ്ഞ 16 വർഷമായിട്ട് ഈ വാർഡിലെ സ്ഥിരം മെമ്പറാ. പല വമ്പന്മാരെ എന്നെ വളയ്ക്കാൻ അല്ല ഇറക്കാൻ നോക്കിയിട്ടുള്ളതാ, നടന്നിട്ടില്ല. പിന്നെ ആണോടാ നീ? നിനക്ക് എന്റെ പേര് നന്നായിട്ട് അറിയാലോ. അത്ര നന്നായിട്ട് അറിയില്ല, എങ്കിലും അറിയാം. കുരുവിപ്പെങ്ങൾ അല്ല, കുരുവി ഭാരതി. ഭാരതി കുരുവിയായത് എങ്ങനെയാണ് നിങ്ങൾക്കറിയാമോ? നാട്ടുകാർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, അല്ലാതെ ഞാനൊരു കമ്മ്യൂണിസ്റ്റും അല്ല കോൺഗ്രസും അല്ല. സ്വതന്ത്ര. എന്റെ ചിഹ്നം കുരുവിയാ, കുരുവി. നിങ്ങൾക്കറിയാമോ? എനിക്കറിയാം. പെങ്ങൾ ഇമോഷൻ ആവാതെ ഈ തണുത്ത വെള്ളം കുടിക്ക്. നിനക്ക് ചൂടുള്ളത് ഞാൻ പിന്നെ തരാം. ഒരു ദുരന്തം ഒഴിവാക്കി. നിനക്ക് കൊച്ചുപിള്ളേരോട് സൈക്കിളിന്റെ കാശ് ചോദിക്കാൻ വലിയ മടിയല്ലേ? അതെ പെങ്ങളെ. നാളെ നേരം വെളുക്കുമ്പോ എന്റെ മുഴുവൻ സൈക്കിളുകളും അതിന്റെ കാശ് ഇവിടെ കിട്ടിയിരിക്കണം. മനസ്സിലായോടോ കഴുതേ? ഹലോ, മഞ്ജു, നീയായിരുന്നോ? ഞാൻ കളക്ടർ കാണാം. അതെ, മന്ത്രി വിവരം അറിയിച്ചിട്ടുണ്ട്. നീ ഒന്നും ഉണ്ട് പേടിക്കണ്ട. പിന്നെ മോന്റെ അസുഖമൊക്കെ മാറിയോ? മണൽ വാരൽ പ്രശ്നം ഇതുവരെ തീർന്നില്ല. എന്താ? ആയിക്കോട്ടെ. നമ്മുടെ വണ്ടി ശരിയാ, നമ്മുടെ സൈക്കിളാ. എന്തൊരു സ്പീഡല്ലേ പെങ്ങളെ? പോയി പിടിക്കണം. അത് അവർക്ക് ഇഷ്ടമാവോ? പിടിച്ചോണ്ട് വാടാ. പീഡനത്തിൽ പെടും. സൈക്കിളിൽ തന്നെ ഫോളോ ചെയ്താ പീഡനമാവോ? അവന്റെ ഒരു പീഡനം. ഇല്ലെങ്കിൽ ഇവനെ ഞാൻ പീഡിപ്പിക്കും. ഓർഡറിരിക്കുക, പിടിച്ചോണ്ട് ചെല്ലാൻ. ഞാൻ അടുക്കും തോറും നീ അകലുകയാണല്ലേ? ഇത് ഞാനാണ് നിന്റെ സുബ്രു. 8 മാസമായി ഞാൻ കാത്തിരിക്കുന്നു. എനിക്ക് എന്തെങ്കിലും ഒന്ന് തരൂ. എന്റെ ഹെൽത്ത് പോലീസിലാണ് പിടിമുറുക്കിയിരിക്കുന്നത്. വാക്ക് പാലിക്കാൻ നീ എനിക്കൊരു അവസരം തരൂ. നിൽക്കൂ. എന്റെ കയ്യിൽ നിന്ന് ഇനി രക്ഷപ്പെടാമെന്ന് കരുതണ്ട. നീ കുരുവി ഭാരതേക്കൊണ്ട് 1 മാസത്തെ വാടകയ്ക്കിലും അഡ്വാൻസ് ആയിട്ട് കൊടുക്കൂ. നീ എന്തിനാണ് എന്നെ ഇതിന്റെ ഇടയിലിട്ട് ഞെരിക്കുന്നത്? താങ്ക് യു സാർ. ഓവർടേക്കുമ്പോ സൂക്ഷിക്കണോ? അത് ശരി. നീ പൂവാലനാണോടാ? അയ്യോ, ഞാൻ സുബ്രനാണ് സാറേ. ഏത് സുബ്രൻ? കുരുവി സുബ്രൻ. കുരുവി സുബ്രനോ? നീ എന്തിനാ പെങ്കൊച്ചിന്റെ പുറകെ വെച്ച് പിടിച്ചത്? വച്ചു പിടിച്ചതോ? അവൾ അടിച്ചോണ്ട് പോയാ പിന്നെ വെച്ച് പിടിക്കാതെ? എന്തടിച്ചോണ്ട് പോയി? അവളെന്റെ സൈക്കിൾ അടിച്ചോണ്ട് പോയി സാറേ. അപ്പൊ വെച്ച് പിടിച്ചതോ? അത് പിന്നെ ഞാൻ പുറകെ വെച്ച് പിടിച്ച്. അപ്പൊ അടിച്ചോണ്ട് പോയതോ? അടിച്ചോണ്ട് പോയതല്ലേ അങ്ങ് പോയത്. അപ്പൊ വെച്ച് പിടിച്ചതോ? വെച്ച് പിടിച്ചത് ഈ സൈക്കിളല്ലേ? അപ്പൊ അടിച്ചോണ്ട് പോയതോ? അടിച്ചോണ്ട് പോയത് ഇതിലോ അതിലോ. എനിക്ക് സൈക്കിൾ കിട്ടിയില്ലെങ്കിൽ വേണ്ട. കുരുവി കൂട്ടുന്ന കടുവേരെ മുമ്പിലാണല്ലോ ദൈവമേ വന്ന് വെട്ടത്. നിന്നെ കണ്ടിട്ട് ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോടാ. ഞാൻ ചേച്ചിയെ കാണാൻ വന്നതാ. ഇന്ന് കളക്ടറെ കാണാൻ പോകുന്നില്ലേ പറഞ്ഞത്? ഞാൻ ഇന്ന് കളക്ടറെ കാണാൻ പോവാൻ നിൽക്കായിരുന്നു. അപ്പോഴാ ഇവിടെ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ. 2 മാസമായിട്ട് കാശുമില്ല, പണിയില്ല എന്റെ മെമ്പറെ. മണല് വാരിയ പുഴ നശിക്കുന്നു പറഞ്ഞല്ലേ കളക്ടർ ഓർഡർ തരാത്തത്? എന്നിട്ട് കഴിവുള്ളവരും കാശുള്ളവരും മണൽ വാരുന്നില്ലേ? നല്ല വിലക്ക് വിൽക്കണുണ്ട്. കളക്ടർ കാല് പിടിച്ചെങ്കിലും മണൽ വാരാനുള്ള ഓർഡർ ഒന്ന് പാസ്സാക്കണം മെമ്പറെ. എനിക്കറിയാം കുമാര, ആ പ്രസിഡന്റ് തങ്കപ്പനില്ലേ, ആളിത്തിരി തരികടയാ. ഞാൻ നടക്കട്ടെ ചേച്ചി. ഉളുങ്കാഴിഞ്ഞങ്ങോറക്കമായി അറ്റുമ്മാന മേലെ ഉണ്ണിയാർച്ച
തള്ളമാടി ചങ്ങൂറക്കമായേ. മുത്തച്ഛ, എന്താ മോളെ ഇതെന്താ ഇത്? നല്ല ഒന്നാന്തരം മുന്തിരിക്കള്ള്. ആ. ഇപ്പൊ ചെത്തി ഇറങ്ങിയുള്ളൂ. കുഞ്ഞിന് ഇത്തിരി വേണം. ഇതെല്ലാം കൂടെ എടുത്ത് തലയിലേക്ക് ഒഴിക്കും ഞാൻ. അപ്പൊ കള്ളാഭിഷേകമല്ലേ? അയ്യടാ, ഒരു തമാശക്കാരൻ വന്നിരിക്കുന്നു. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കാലത്ത് തന്നെ ഈ സാധനം കൊണ്ട് ഇങ്ങോട്ട് വരരുതെന്ന്. എന്താ മോളെ ഇത്? മോക്കറിഞ്ഞോളെ ഇത് മുത്തച്ഛന്റെ മരുന്നാന്നുള്ളത്? നല്ല മരുന്നും കൂട്ടിന് പറ്റിയ ഡോക്ടറും. ഇന്നലെ ചില്ലേലിക്കാവില് മുടിയാട്ടം കഴിഞ്ഞ് വരുമ്പോ ഭയങ്കര അതെ അതെ അതെ, ക്ഷീണുണ്ടോ? കയ്യാല് കിഴപ്പ്, നടുവേദന. അതിന് ഇന്നലെ മുടിയാട്ടത്തിന് കാളിയേറ്റം ഉണ്ടായിരുന്നില്ലല്ലോ. ഓ, പിന്നെ ഇല്ലടോ. എന്റെ മോളോട് മുത്തശ്ശൻ കള്ളം പറയോ? അയ്യോ. പൂവോടോ വേലു? ഏയ്, ആ അന്തോണി ചേട്ടന്റെ പറമ്പിൽ ചെത്തണ കൊന്ന തെങ്ങാണ് സത്യം. ഇല്ല. ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ലേ എന്റെ മോളെ ഞാൻ മുടിയാടാൻ കൊണ്ടുപോകാത്തെ. ആ പാറത്താളിക്കൊപ്പം കിടക്കുന്നതിനും ഭേദം മുത്തച്ഛന്റെ കൂടെ മുടിയാട്ടത്തിന് വന്നത്. നീ ഒന്നുകൂടെ വലുതാകട്ടെ എന്നിട്ട് കൊണ്ടുപോവാം. ഇല്ലടോ. ആ. മുത്തച്ഛ, ഒരു ഗ്ലാസ് കൂടെ. പോ. എടോ വേലു, തനിക്കറിയോ? ഓ, എന്തോ അറിയാം? എടോ, എന്റെ മോള് ചന്ദ്രിക, ഇവളുടെ അമ്മ, അവള് മരിക്കുമ്പോ ഇവക്ക് 8 വയസ്സാ. ഇവളുടെ കൈ പിടിച്ച് എന്നെ തന്നിട്ട് ഓ, മതി മതി മതി. ഇത് ഞാനും ഈ നാട്ടുകാരും കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ. എന്നെ വളർത്തിയത് മുത്തച്ഛനാണ്. എന്റെ അച്ഛൻ ദൂരദേശത്തേക്ക് ജോലിക്ക് പോയിരിക്കുകയാണ്. ഇതൊക്കെയല്ലേ ഉള്ളൂ പറയാൻ. കുടിച്ചോ? ഉള്ള കാശ് മൊത്തം കുടിച്ചു തീർത്തോ? ഇങ്ങനെ ബുദ്ധിയില്ലാത്തൊരു മുത്തച്ഛൻ. അല്ല, ഞാൻ ആർക്ക് വേണ്ടി ഇങ്ങനെ തയ്ക്കുന്നേ? ഞാൻ തയ്ക്കുന്നു, മുത്തച്ഛൻ കുടിക്കുന്നു. ഞാൻ തയ്ക്കുന്നു, മുത്തച്ഛൻ വീണ്ടും കുടിക്കുന്നു. എന്റെ ഒരു തലയിലെഴുത്ത്. അല്ല, ആരൊക്കെയായി വന്നിരിക്കുന്നേ? അയ്യോ, തയ്ച്ച ബ്ലൗസേം വീട്ടിൽ കൊണ്ട് തരുമായിരുന്നല്ലോ. അതൊന്നും സാരില്ല, ഞങ്ങൾക്ക് സുഭദ്രാമടയെന്ന് എണ്ണ വാങ്ങി തരണം. എന്നിട്ട് വേണം ഈ മുടിയൊന്ന് വെറുതെ കിട്ടെ. അതിനെന്താ, നമുക്ക് ഇപ്പൊ തന്നെ പോലോ. പക്ഷെ വണ്ടി ഞാൻ ഓടിക്കും. ഓക്കെ മുത്തശ്ശ, പോയിട്ട് വരാം. ഞാനുണ്ട്. എനിക്ക് സുന്ദരാമെന്ന് കാണണം. ഈ കുന്തത്തെ ഒന്ന് കേറണം എന്നുള്ള എന്റെ ഒരു ആഗ്രഹം. വേഗം വാ. മുദ്രാമോ, മുദ്രാമേ, ഒന്ന് വന്നേ. മുത്തപ്പനെ നോക്കി. ഒന്ന് വരാൻ. പോരട്ടെ പോരട്ടെ പോരട്ടെ. സ്റ്റോപ്പ് സ്റ്റോപ്പ്. എന്താ മുത്തപ്പ, ആരാ ഇതൊക്കെ? എല്ലാം നമ്മുടെ ഫ്രണ്ട്സാ. എന്ത് ചെയ്തിട്ടും ഇതുകളുടെ മുടി വളരുന്നില്ല എന്ന്. അമ്മരത്ത് എണ്ണ വാങ്ങാൻ വേണ്ടി വന്നതാ. മോളെ വത്സലേ, നീ ആ മുടിക്കുള്ള എണ്ണ എടുക്ക്. വാ. അതെ, മുടി വളർന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ആട്ടത്തിന്റെ ഗ്രൂപ്പിൽ ചേർക്കാൻ. ഇംഗ്ലീഷ് മരുന്നുകൾ പലതും നോക്കി. എന്നെ ചെയ്തു. മുടി വളരുന്നുമില്ല, ഒട്ടും ഉള്ളുമില്ല. കുട്ടികൾക്ക് ഈ പ്രായത്തില് ആരാ മറിഞ്ഞു മുടി ഉണ്ടാവണെന്ന പഴമക്കാർ പറയുന്നേ. നീ കണ്ടോ, അമ്മയ്ക്കിപ്പോഴും എന്തോരം മുടിയാ. അത് കണ്ടൊഴിഞ്ഞാർക്കാവിലെ ചൂലുകുത്ത് നേരത്തെ നടത്തിയിട്ടാ. മുത്തപ്പൻ അറിയാലോ കണ്ടൊഴിഞ്ഞാർക്കാവ്? അറിയാവുന്നു കേട്ടോ പിള്ളേരെ. പണ്ട് ഒരു പുഴ ഇങ്ങനെ ഒഴുകി വരികയായിരുന്നു. അതിങ്ങനെ ഒഴുകി വരുമ്പോ നേരെ മുമ്പിലൊരു വലിയ കുന്ന്. കുന്നിന്റെ മുകളിൽ ശിവനും പാർവതി. പുഴ അവരെ കണ്ടു തൊഴുത് കുന്നിന്റെ വശത്തോട് ഒഴിഞ്ഞു മാറി ഒഴുകി. അതാണ് കണ്ടൊഴിഞ്ഞ ആവൻ. പുതിയ ചൂലുണ്ടാക്കി ആ കാവിന്റെ മുമ്പിൽ കുത്തിവെച്ച് പുഴയിൽ മുടിയൊലുമ്പി കുളിച്ചാൽ കണ്ടോ, പുഴ പോലെ മുടി ഉണ്ടാകുന്ന പറയുന്നത്. എന്താ? ഒന്നും പറയണ്ട. മാറി മാറി മാറി. ദേ, പഞ്ചായത്ത് പ്രസിഡന്റ് പാര വെച്ചു. എന്നിട്ട് ഞാനത് കളക്ടർ എടുത്ത് ഒപ്പിട്ട് വാങ്ങിച്ചു. എന്ത്? നാളെ മുതൽ പുഴയെന്ന് മണല് വാരാൻ ഓർഡർ. നമുക്കിതൊന്ന് ആഘോഷിക്കണം. അതൊന്നും വേണ്ട മുത്തപ്പ. പറയുന്നേ, എത്ര നാളായിട്ട് നമ്മൾ ആൾക്കാരെല്ലാം പട്ടിണിയാ. കുട്ടായി വഴിമാറ് വഴിമാറ് ഞാൻ വരണുണ്ട്. പാവം പണിയാരുടെ പന്തളരാജൻ വരണുണ്ട്.
കുടമാറ്റ് കൊടിയേറ്റ് പടകൂട്ട് ഈ പങ്കപ്പാടുകൾ പങ്കിലകാലം ഉത്സവമായി മാറ്റ് ചിന്നച്ചിരുതേ മരുതേ മലനാടിക്കരിയും ചക്കക്കുരുവും പകരം തരും അത്തിക്കൊരു പന്തിക്കിന് സുലഭം. വഴിമാറ് വഴിമാറ് ഞാൻ വരണുണ്ട് പാവം പണിയാളുടെ പന്തളരാജൻ വരണുണ്ട്. കുടമാറ്റ് കൊടിയേറ്റ് പടകൂട്ട് ഈ പങ്കപ്പാടുകൾ പങ്കിലകാലം ഉത്സവമായി മാറ്റ് പട്ടിണിക്കൊരു കൊട്ടു കൊടുക്കാം ചത്തുപോയൊരു ചെട്ടിയാരുടെ കൂരയൊരുക്കാം മുട്ടിനിൽക്കും ചിട്ടിയ പൊടി കെട്ടിയെടുക്കാം. മുട്ടനാടിന് തട്ടുവേണ്ടൊരു കൂട് പടയ്ക്കാം. കൂട് പടയ്ക്കാം. മൂത്ത മോളെ പെണ്ണു കാണാൻ താലി കെട്ടാൻ കാലമായി കാലിമേയ്ക്കും കണ്ണനല്ലേ കണ്ണുവെക്കും കള്ളനായി. പല ചാക്കിൽ മണലുണ്ട് ഒരു വണ്ടി പൊന്നുണ്ട് തൂമ്പായും തോളേറ്റി കുത്തിമറിക്കണ കുഞ്ഞടയാ വഴിമാറ് വഴിമാറ് ഞാൻ വരണുണ്ട് പാവം പണിയാളുടെ പന്തളരാജൻ വരണുണ്ട് കുടമാറ്റ് കൊടിയേറ്റ് പടകൂട്ട് ഈ പങ്കപ്പാടുകൾ പങ്കിലകാലം ഉത്സവമായി മാറ്റ് ചാന്തുമട്ടും ചന്ദനവും വള വാങ്ങി വരുമ്പം ചന്ദനത്തിരി പോലെ കത്തണ ചാന്തയിൽ കേൾക്കാം. ചന്തയിൽ കേൾക്കാം ചാന്തയിൽ കേൾക്കാം. ചക്കിലാട്ടും ചാലിയെന്നൊരു മുണ്ട് കൊടുക്കാം ചക്കരച്ചി പെണ്ണിനൊരു തോട കൊടുക്കാം തോട ആറ്റുവക്കിൽ കാറ്റുപായൽ രാവുറങ്ങാൻ നേരമായി ആയിരം കൈ താളമേളം കേട്ടുറങ്ങാൻ കാലമായി. പല ചാക്കിൽ മണലുണ്ട് ഒരു വണ്ടി പൊന്നുണ്ട് തൂമ്പായും തോളേറ്റി കുത്തിമറിക്കട കുഞ്ഞളിയ വഴിമാറ് വഴിമാറ് ഞാൻ വരണുണ്ട് പാവം പണിയാളുടെ പന്തളരാജൻ വരണുണ്ട്. കുടമാറ്റ് കൊടിയേറ്റ് പടകൊണ്ട് ഈ പങ്കപ്പാടുകൾ പങ്കിലകാലം ഉത്സവമായി മാറ്റ് അടിക്കേ വേഗം ആവട്ടെ. ഒന്ന് എന്താണോ നോക്കിക്കണേ, ഒന്ന് സഹായിച്ചൂടെ? അവിടുന്ന് 6 മീറ്റർ ഇങ്ങോട്ടാ റോഡ്. അതുകൊണ്ട് എടാ ജോസേ, എന്താ സാർ? ഒരു 6 മീറ്റർ ആണ് നീട്ടി വെച്ചേ. എന്താ മുത്തപ്പ? എന്താന്ന് മനസ്സിലായില്ല. പഞ്ചായത്തുകാരാ. ഒന്ന് വേഗം പറയടേ, കൊല്ലാൻ പാരക്ക് സ്ത്രീ. അങ്ങോട്ട് പോട്ടെ, മുമ്പോട്ട് പോട്ടെ, വലിക്കകത്തോട്ട് പോട്ടെ. അപ്പുറത്ത് അടിച്ചോ അടി എടാ, ഈ പഴയ വേലിയൊക്കെ ഒന്ന് പൊളിച്ചു കളഞ്ഞിട്ട് മതില് കെട്ടിക്കൂടെ? പഞ്ചായത്തിൽ പൊളിക്കാൻ എളുപ്പമല്ലേ? അടുത്ത കുറ്റിയടി സാറേ, അടുത്ത കുറ്റി വീടിന്റെ നടക്കല്ലേല. അതുകൊണ്ടൊന്നുമില്ല. എടാ, കുറ്റി എവിടെ അടിക്കണ്ടെന്ന് ഞാൻ പറയും, അവിടെ അടിച്ചാ മതി. നീ എനിക്കിട്ട് കുറ്റി അടിക്കണ്ട കേട്ടോ. 18,400 കയ്യിലിട്ട് കൂത്തല്ലോ. 217 പ്ലസ് 344. അതെത്രയാ? അല്ല സാറേ, എന്താ ഈ ചങ്ങലയും കൊടുത്തൊക്കെ ആയിട്ട്? ആനയെ തിളക്കാനാ സാറേ, ഇത് ഞങ്ങളുടെ വീടാ. അല്ല, എന്താ കാര്യം എന്ന് വെച്ചാ? പറയാം. എടാ ജോസേ, നേരെ തെക്കോട്ട് പോട്ടോ ചങ്ങല. ഞാനും എന്റെ പഞ്ചായത്തും വികസനത്തിന്റെ പാതയിലാണ്, മനസ്സിലായോ? അല്ല, ഒന്ന് പറഞ്ഞിട്ട്. എന്ത് പറഞ്ഞിട്ടോ സാറേ എന്താ മോനെ ഇത്? സാറേ, കാര്യം എന്താന്ന് വെച്ചാ പറയേ. അതെ, ഞാൻ എല്ലാവരോടും കൂടി പറയാണ്, ഈ റോഡ് വീതി കൂട്ടാൻ പോവുകയാണ്. ചിലപ്പോ ഈ കോളനി മൊത്തം പോയെന്ന് വരും. അത് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനമാണ്. അതുകൊണ്ട് ഈ കോളനി റോഡിന്റെ അറ്റത്തുള്ള കൈതപ്പാടത്ത് ഒരു പുതിയ കമ്പനി പണിയാൻ പോവുകയാണ്. അതും അമേരിക്കൻ കമ്പനി.
ഈ അമേരിക്കക്കാർ വന്ന് നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ ഒരു കമ്പനി പണിയാന്ന് വെച്ചാൽ വലിയ കാര്യമല്ലേ? ഈ അമേരിക്ക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? അറിയില്ല. ജോർജ് ബുഷ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? അതും അറിയില്ല. അതാണ് അമേരിക്ക. സാറേ, ഞങ്ങളെന്തിനാ അമേരിക്കയെ കുറിച്ച് അറിയുന്നത്? നമുക്ക് നമ്മുടെ നാടല്ലേ വലുത്. ഇതുകൊണ്ടാണ് ഈ നാട് നന്നാവാത്തത്. ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ തൊഴിലുണ്ടോ? സമാധാനമുണ്ടോ? സമരമൊഴിഞ്ഞ നേരമുണ്ടോ? ഈ നാട്ടിൽ വല്ലതുണ്ടോ? ഞാൻ വീണ്ടും ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ കമ്പനി ഇവിടെ വരുന്നതോടെ ഞാൻ ഭരിക്കുന്ന ഈ പഞ്ചായത്ത് ഈ നാട്ടിലെ നമ്പർ 1 പഞ്ചായത്തായിരിക്കും. അപ്പൊ ഞങ്ങളുടെ വീട്? പഞ്ചായത്ത് രേഖകൾ പ്രകാരം ഈ സ്ഥലം പുറമ്പോക്കാണ്. ഇവിടെ നിങ്ങളുമില്ല, നിങ്ങളുടെ വീടുമില്ല. അപ്പോ ഞങ്ങൾ എവിടെ പോവും? നിങ്ങൾ എവിടെ വേണമെങ്കിൽ പൊക്കോ. ഞാനെന്ത് ചെയ്യാനേ? പഞ്ചായത്ത് രേഖകളിൽ നിങ്ങളില്ല. സാറേ, ആരാണ്? ഇവിടെ ആരെയും അടക്കം ചെയ്തിട്ടുണ്ട്. അതൊന്നും നീ നോക്കണ്ട. നിന്നെ അടക്കം ചെയ്തിട്ടില്ലല്ലോ. അളവ് പ്രകാരം കുറ്റടിക്കണ, അല്ലെങ്കിൽ നിന്റെ കാരണം കുറ്റിക്ക് ഞാനടിക്കും. അവിടെ കുറ്റിയടിക്കരുത്. കുട്ടിയുടെ അച്ഛൻ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥല. അതുകൊണ്ട് അടിച്ചു കേട്ട സാറേ, ദയവായി ആ സ്ഥലം ഒഴിവാക്കണം. എന്റെ അപേക്ഷയാണ്. അല്ല, മുത്തപ്പ, സാറേ, എന്തോ? അതൊന്ന് ഒഴിവാക്കി കൊടുക്കുക സാറേ. അടിയാ, അടിച്ചു കേട്ട. സ്ഥലമുള്ളന്ന് കുറ്റിയടിച്ച സ്ഥിതിക്ക് റോഡ് പണി ഉടനെ തുടങ്ങും. ഞാൻ ഇനി എന്താ ചെയ്യാ ദാസേട്ടാ? അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, നീ എന്റെ കൂടെ വാ. ടൗണിൽ ധാരാളം ജോലി കിട്ടും, നല്ല കാശും. ദൂര സ്ഥലത്തുള്ള ജോലിക്കൊന്നും ഞാനില്ല ദാസേട്ടാ. ഒറ്റ ദിവസം പോലും അമ്മയെ കാണാണ്ടിരിക്കാൻ വയ്യ. അതുകൊണ്ടല്ലേ ഞാൻ ഈ നാട്ടിൽ തന്നെ പണിയെടുത്ത് ജീവിക്കണേ. മണല് വാരല ഉടനെ നിൽക്കും. നിയമം വരിക, മണല് വരാൻ പാടില്ല. പ്രീ ഡിഗ്രി വരെ പഠിച്ചതല്ലേ, എന്തെങ്കിലും പണി നാട്ടിൽ തന്നെ കിട്ടുന്ന അമ്മ പറയണേ. എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശിന്റെ കാര്യം എന്തായി? ഓർമ്മയുണ്ട് ദാസേട്ടാ. വേറെ ഒരു വഴി ഇല്ലാത്തോണ്ടാ. കാവുകളിലാണെങ്കി ഇപ്പൊ ആട്ടവും കുറവാ. പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടായി. കുമാര, ഞാൻ കാര്യമായിട്ട് തന്നെയാ പറയണം. നിന്റെ എല്ലാ പ്രശ്നവും തീരും. ഞാനൊന്ന് ആലോചിക്കട്ടെ. ശരി. ഒടുക്കത്തെ ചവിട്ടില് ജയലളിത വരുന്നു, മുമ്പിൽ രജനീകാന്തും. വണ്ടി മാറ്റാ കുരുവി, വണ്ടി മാറ്റാൻ പറ. എന്താ പ്രസിഡന്റ്, ഞാൻ അറിയാണ്ട് കോളനിയിൽ ഒരളക്കല്? എനിക്ക് ഈ പഞ്ചായത്തിൽ ഏത് വാർഡിലും എവിടെയും എപ്പോഴും എങ്ങനെ വേണമെങ്കിലും അളക്കാം. അതിനൊരു കുരുവിയുടെയും അനുവാദം വേണ്ട. എന്റെ ചോദ്യത്തിന് തരേണ്ട ഉത്തരവല്ല ഇത്. പിന്നെ കോടശ്ശേരി തങ്കപ്പൻ എല്ലായിടത്തും എപ്പോഴും എങ്ങനെയും കയറി അളക്കുന്ന ആളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അറിയാമല്ലോ. അറിയാം. അത് മതി. അത് പോരാ. സാറിന്റെ ആ കളിയെ ഈ കോളനിയിൽ വേണ്ട. ഇതെന്റെ തീരുമാനമല്ലല്ലോ കുരുവി. അമേരിക്കൻ കമ്പനി വരുവാനുള്ള തീരുമാനം നമ്മളെല്ലാം ഉൾപ്പെട്ട പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനമല്ലേ? അത് നമുക്ക് നടപ്പിലാക്കാം. ഓ, എന്തൊരാവേശം, എന്തൊരാവേശം. പഞ്ചായത്ത് കമ്മിറ്റിയിൽ പ്രസിഡന്റിനുള്ള ഭൂരിപക്ഷം എത്രയാണെന്ന് നല്ല ഓർമ്മയുണ്ടല്ലോ. കയ്യാലെ പുറത്തിരിക്കുന്ന തേങ്ങ. മാങ്ങ എടാ മോനെ രാജു മൂജി, മുതലാളിയെ കണ്ട് കുത്തരുത് കേട്ടാ. കുരുവി, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. ഒരു ഡൂക്ലി മെമ്പറായിട്ട് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഭരണപക്ഷം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചൊറി കുത്തിയിരുന്നിട്ട് കാര്യമില്ല എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഭരണം വേണോടി, ഭരണം. പ്രസിഡന്റ് അധികം നെളിയണ്ട. ഈ കുരുവി വിചാരിച്ചാൽ തന്റെ കസേര ഞാൻ തെറിപ്പിക്കും. നീ പോടി കുരുവി. നീ കുരുവിയാണെങ്കിൽ ഞാൻ കഴുകനാടി, കഴുകൻ. നീ ആ കോളനിക്കാരുടെ സൈഡിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്നോട് അതേ കളിച്ചാണല്ലോ. ഈ കോളനി മുഴുവൻ ഞാൻ തീ വെച്ച് നശിപ്പിക്കും. മനസ്സിലായോ? എടാ വണ്ടി ഇടാ. അയ്യോ, ആ വണ്ടി ഇടാ. ഞാനില്ലടാ. അതാരാ? അച്ഛൻ ഒരുപാട് ശ്രമിച്ചതാ പട്ടയം കിട്ടാൻ, നടന്നില്ല. കൂലിപ്പണി ചെയ്തും മുടിയാട്ടത്തിന് പോയും ഉണ്ടാക്കിയ വീടായത്. ഇനിയിപ്പോ എന്നാണാവോ വീടൊഴിഞ്ഞു പോവാൻ പറയാ? ഏത് നേരത്തും ഇറങ്ങി പോവാൻ പറയാലോ അവർക്ക്. അമ്മ വിഷമിക്കാണ്ടിരിക്കേ, ഞാനും പല വഴികളും ആലോചിക്കുന്നുണ്ട്. നിന്റെ കുട്ടൻ തന്നെ ആലോചിക്കണം. വലിയ കാര്യങ്ങൾ ഒന്നും തന്നെ ഏറ്റുവയ്ക്കാനുള്ള കരുത്തില്ല ശരീരത്തിനും മനസ്സിനും. കാലത്തിനൊപ്പം തന്നെ പ്രായവും കടന്നു പോയല്ലേ. വീടിന്റെ തെക്ക് വശത്ത് വെച്ചിരിക്കുന്ന കുട്ടി അച്ഛന്റെ തലയില വേദനിച്ചിട്ടുണ്ടാവും അല്ലേ? അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ?
വിഷമം കൊണ്ടാ നെഞ്ചുരുകുന്ന തീയ ഉള്ളില്. ഇതൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാ പിന്നെ അന്തിത്തിരി വെച്ച് അച്ഛന്റെ ആത്മാവിനെ സ്നേഹിക്കാൻ എവിടെയാ പോവാ? ഇല്ലമ്മേ, എല്ലാം എന്റെ ഉള്ളിലുണ്ട്. എന്നെയും വത്സലെ അമ്മ വളർത്തിയതും അച്ഛന്റെ മരണവും അമ്മയുടെ ഏകാന്തതയും കഷ്ടപ്പാടും എല്ലാം എനിക്കറിയാം. എന്റെ അമ്മ കരയണ്ട. ഒക്കെ ശരിയാവും അമ്മേ, ശരിയാവും. ആ കുട്ടിയടം പാടത്ത് കൊയ്ത്ത് കഴിയുമ്പോ അച്ഛനെ കാണാൻ പൂവാടി. അയ്യോ, കുട്ടാടം പാടത്തെ കൊയ്ത്ത് കഴിഞ്ഞാൽ അച്ഛനെ കാണാൻ പോകാൻ പറ്റൂല. കോലോത്തെ തമ്പ്രാന്റെ കൊയ്ത്തു കഴിച്ചില്ലേ, കോലോത്തെ തമ്പ്രാൻ തല്ലോടി. നീ എന്താ പറഞ്ഞേ? അമേരിക്കക്കാരന്റെ കമ്പനി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം അവന്റെ പണിക്കാരല്ലേ? അതിനു മുമ്പേ തങ്ക അമേരിക്ക കൊണ്ട് പോണല്ലേ നല്ലത്. നമുക്കൊരു അമേരിക്കക്കാരന്റെയും പണി വേണ്ട. നമുക്ക് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ പണിയുണ്ടല്ലോ, മണ്ണിന്റെ മണമുള്ള പണി. നമുക്ക് നമ്മുടെ നാടാ വലുത്. അത് കലക്കി മുത്തപ്പ. ആ നോക്കിക്കോ, ഇവിടെ ഒരു അമേരിക്കക്കാരന്റെ കമ്പനിയും വരാൻ പോകുന്നില്ല, ആ കോളനിൽ കൂടെ റോഡും വെട്ടാൻ പോകുന്നില്ല. ഉറപ്പാണോ മുത്തപ്പ? ആ, എനിക്ക് ഉറപ്പാ. പക്ഷെ ഇന്ന് ആ പ്രസിഡന്റ് ചെയ്ത് തീരെ ശരിയായില്ല. എനിക്ക് നല്ല വിഷമമുണ്ട്. പ്രതികരിക്കണം. പ്രതികരിക്കണം. നീയൊക്കെ പ്രതികരിച്ചോ? എനിക്ക് അതിനുള്ള പ്രായം കഴിഞ്ഞു. ഇതെന്തടി? ഇതെവിടെ കിടന്ന് അടിക്കണ? നിന്റെ ഫോൺ അടിക്കണേ. എന്റെ അല്ല ചേട്ടന്റെ. എന്റെ അല്ല, എന്റെ ഞാൻ നിർത്തിരിക്കുക. ഉറപ്പായിട്ട് ചേട്ടനെ. എന്റെ ഫോൺ ഞാൻ ഓഫാക്കിട്ടേക്ക. അപ്പൊ എനിക്കുള്ളായിരിക്കും. നിക്കറിന്റെ പോക്കറ്റ് കിടക്കുമ്പോ റേഞ്ച് കേറും. ഹലോ, ആരാ? ഹലോ, രാജ്മോനുണ്ടോ? അല്ല, ഇത് സുബ്രമോന. ആരാ? ഒരു പീസ. ഹലോ, രാജുമോനുണ്ടോന്ന്? രാജുമോൻ തന്നെ വേണോ? സുബ്രമോൻ പോലെ. ചേച്ചി ചൂടാവുമ്പോ കേൾക്കാൻ എന്ത് സുഖമാണെന്നറിയോ? ചേച്ചി ഏതാ? ഞാനൊരു ഉമ്മ തരട്ടെ? ഉമ്മ നിന്റെ അച്ഛൻ കണ്ടാനിശ്ശേരി വേലായിരുന്നു കൊണ്ടേ കൊടുക്കണം. ഇതെത്തിരി പഴയതാ. എന്റെ അച്ഛനെ അറിയാല്ലേ? എന്റെ അച്ഛന്റെ സെറ്റപ്പ് കള്ള. ചിറ്റമ്മ എവിടെയുള്ളതാ? കഴിവരുടെ മോനെ, ഇത് ഞാനടാ, കുരുവി ഭാരതി. കൊടുക്കാം. ഹായ് ഡാർലിംഗ്, ഞാനാ നിന്റെ രാജുമോൻ. എന്റെ രാജുവേട്ടാ, എത്ര നേരമായി ഞാൻ കാത്തിരിക്കണേ, എന്താ വരാത്തെ? സോറിടാ, ഞാൻ ആ പൂതിനയുടെ ഡ്രൈവർ അല്ലേ? ഓ, ആ പെരുമ്പണ്ടാരത്തിന് ചുമ നടന്ന് ഞാൻ മടുത്തുടാ. കുരുവല്ലേ ഉള്ളു, എരുമയാണ്, എരുമ. നിന്റെ മറ്റുള്ളടാ എരുമ, ഞാൻ ഭാരതിയാ സംസാരിക്കുന്നേ. എന്തടാ? എന്റെ പണി പോയടാ. എനിക്ക് പണി കൂടി. തേരുകൊള്ളമ്മേ തേരുകൊള്ള, ഇക്കളം തന്നിലെ തേരുകൊള്ള. ഹാ, തേരുകൊള്ളമ്മേ തേരുകൊള്ള, ഇക്കളം തന്നിലെ തേരുകൊള്ള. തേരുകൊള്ളമ്മേ. കുമാരന് അമ്മ പറഞ്ഞു കാര്യങ്ങള്. ആ പ്രസിഡന്റ്, അയാള് നമ്മളെ കൈയൊഴിഞ്ഞു. നീ അതിന് തളരേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് ബാധ്യതകള് അല്ലെങ്കിൽ തന്നെ ഇല്ലേ മുത്തപ്പ? അതിനിടയില് എടാ, നിന്റെ ഈ പ്രായത്തില് ഞാനും ഇതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പെട്ടതാ. വീട് വെക്കല്, താഴെയുള്ള പെങ്ങാന്മാരെ പറഞ്ഞയക്കല്, അങ്ങനെ ഒരുപാട്. പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ചാല് ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇനിയിപ്പോ വീടിന്റെ മുൻവശം പോകുന്നതിൽ അങ്ങ് പോട്ടെ. പക്ഷേ നിന്റെ അച്ഛനെ അടക്കം ചെയ്ത സ്ഥലമുണ്ടല്ലോ, അത് വിട്ടുതരാൻ പറയണം. മണ്ണിന്റെ മനസ്സറിഞ്ഞവനാ അയ്യപ്പൻ. അവൻ അവിടെ സ്വസ്ഥായിട്ട് കിടന്നോട്ടെ. കുമാര, നിനക്ക് എന്നോടൊന്നും തോന്നരുത്. എനിക്കിനി ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മുത്തപ്പൻ, ഈ മുത്തപ്പന്റെ വാക്കിന് ഇപ്പൊ ആരും ഒരു വിലയും കൽപ്പിക്കില്ല. കാലം അങ്ങനെ ആയിപ്പോയി. പക്ഷേ നീ തളരരുത്.
അമ്മയും മുത്തപ്പനെയും മൈൻഡ് ചെയ്തില്ല പ്രസിഡന്റ് അല്ലേ? അതെ ദാസേട്ടാ. നീ ഇങ്ങനെ ആലോചിച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്, അറിയാലോ. ഇതൊക്കെ ചെയ്യണമെങ്കിൽ സ്വന്തമായിട്ടൊരു വീടെങ്കിലും വേണ്ടേ? ഈ പ്രശ്നം ഒന്ന് ഒഴിവായാൽ മതിയായിരുന്നു. ദാസേട്ടൻ എന്നെ ഒന്ന് സഹായിക്കൂ. എടാ, നിന്റെ ഏത് പ്രശ്നത്തിലാണ് ഞാൻ നിന്നെ സഹായിക്കാതിരുന്നിട്ടുള്ളത്? പക്ഷെ ഒന്നും പറഞ്ഞാൽ നീ അനുസരിക്കില്ലല്ലോ. നിന്റെ അമ്മയുടെ അടുത്ത് നിന്ന് വിട്ടുമാറാൻ നിനക്ക് ഇഷ്ടമല്ല. അതിന് മാത്രം എനിക്ക് പറ്റില്ല. അമ്മയെ കണ്ടില്ലെങ്കിൽ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? നമുക്ക് പ്രസിഡന്റിനെ ഒന്ന് പോയി കണ്ടാലോ? കാണാം, കാണാം, നാളെ തന്നെ കാണാം. ഐസ്ക്രീം പാർലർ പെൺവാ എന്ന് കിളിരൂർ സംഭവത്തിൽ വേറൊന്നുമില്ലേ പേപ്പറില്? ഇന്ത്യ പാകിസ്ഥാൻ സാറേ. ഉടമ്പടി. എന്താ? കൈതപ്പാടം കോളനിന്ന് വരിക. ഓ, മനസ്സിലായി മനസ്സിലായി. നീ ആരുടെ മോനടാ? മരിച്ചുപോയ കളരിക്കൽ അയ്യപ്പന്റെ മകൻ കുമാരൻ. അതുകൊണ്ട് അല്ല, അത് ജോലി വലുതായോ? ഇല്ല. എടാ കുമാര, ഗവൺമെന്റിന്റെ സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് ഗവൺമെന്റും ജനങ്ങളും തോളോട് തോൾ ചേർന്ന് വികസനത്തിന്റെ പാതയിൽ മുന്നേറാനും നിന്നെ പോലുള്ള ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാനും വേണ്ടിയിട്ടാണ് കൈതപ്പാടത്തിൽ കമ്പനി പണിയാൻ ശ്രീ കോഴശ്ശേരി തങ്കപ്പൻ, അതായത് പഞ്ചായത്ത് പ്രസിഡന്റ്, അതായത് ഞാൻ അനുവാദം കൊടുത്തുള്ള, അറിയാവോ? അതും അമേരിക്കൻ കമ്പനിക്ക്. അതിനായി കമ്പനിയിലേക്ക് റോഡ് വേണ്ടേ? നല്ല വീതിയുള്ള റോഡ് വേണം. നിങ്ങൾ കോളനിക്കാരുടെ കുറെ അധികം വീടുകൾ പോകും, അത്രയല്ലേ ഉള്ളൂ. എന്നാലും നമ്മുടെ നാട്ടിൽ എന്താണ് ഉയർന്നു വരാൻ പോണത്? അമേരിക്കൻ കമ്പനി. വീടിന്റെ ഭാഗവും അച്ഛനെ അടക്കം ചേരിക്കുന്ന സ്ഥലവും മാത്രം ഒഴിവാക്കി തന്നാ മതി. നീ എന്ത് മണ്ടനാടാ, മണ്ട. എടാ, റോഡിന്റെ പ്ലാൻ പ്രകാരം അത് ശരിയാവില്ലല്ലോ. അതുമല്ല, റോഡിൽ നിന്നും മിനിമം 2 മീറ്റർ വീതിയിലെ വീട് പാടുള്ളൂ. ആ നിയമം നിനക്കറിയാവോടാ? പ്രസിഡന്റിന് ദയവുണ്ടാവണം. ഇറങ്ങിപ്പോവാൻ വേറെ ഇടവില്ലഞ്ഞിട്ടാ. അതുകൊണ്ട് എടാ, ആ സ്ഥലം പുറമ്പോക്ക. പഞ്ചായത്ത് രേഖകളിൽ നിങ്ങൾ അവിടെ ഇല്ല. എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം സാർ. നീ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞില്ലേ? എടാ, നിന്നോട് മലയാളത്തിലല്ല പറഞ്ഞത്, ഇനി ഇംഗ്ലീഷിൽ പറഞ്ഞിരുന്നോ? ദിസ് പഞ്ചായത്ത് വിൽ ബി ഡ്യൂറിംഗ് ദി ബിഗിൻസ്. പറ്റില്ലാണ്, എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാണ്. ഇനി കാര്യം പറഞ്ഞോണ്ട് ഇങ്ങോട്ട് ആരും കയറി വരണ്ട. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പ്രസിഡന്റ് സാറേ, അതാരാ? എന്തേ? ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്തിനാ? സാറിന് എത്ര രൂപ വേണം? കുമാരന്റെ വീടും അവന്റെ അച്ഛനെ അടക്കം ചെയ്ത സ്ഥലവും ഒഴിവാക്കി കിട്ടാൻ എത്ര രൂപ വേണം സാറിന്? അല്ലാതെ താനാരാ? ഞാൻ ആരും ആയിക്കൊള്ളട്ടെ. അതെയോ? പറഞ്ഞോ. പ്രസിഡന്റിന്റെ വികസനത്തിനും മൊത്തം ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഇക്കാര്യമായി ബന്ധപ്പെട്ട മറ്റ് സെറ്റപ്പുകളുടെയും വികസനത്തിനുള്ള ചേർത്ത് പറഞ്ഞു. എത്ര കിട്ടും? 25,000, ഏയ് 30,000, 50,000, 50,000 രൂപ ഞാൻ തന്നിരിക്കും. പേടിക്കണ്ട. കച്ചവടം പറഞ്ഞ വാക്കുറപ്പിച്ച ഞാനത് ചെയ്തിരിക്കും. അതൊരു 22-ാം തീയതിക്ക് മുമ്പായിട്ട് കിട്ടുമോ? 22-ാം തീയതിക്ക് മുമ്പായിട്ട് കിട്ടിയിരിക്കും. കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ, വീട് പോകും, റോഡ് വരും. കിട്ടും. അതെയോ? അപ്പൊ വീട് പോകും, റോഡ് വരില്ല. ഓക്കെ. പണം ഉണ്ടാക്കുക എന്ന ഒറ്റ വഴിയേ നിനക്കിനേ ഉള്ളൂ. എവിടുന്ന് ഉണ്ടാക്കാനാ ദാസേട്ടാ ഇത്രയും പണം? എടാ കുമാര, ഈ നാട്ടിൽ നമുക്കൊരു പണി കിട്ടുമെന്ന് വിചാരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. നമ്മുടെ വഴി നമ്മളായിട്ടുണ്ടാക്കണം. ഇപ്പൊ തന്നെ കടമേറെയുണ്ട്, സ്ഥിരം പണിയില്ല, പിന്നെ വത്സലയുടെ കാര്യം. ഇതിനെല്ലാം പണമാണ് വേണ്ടത്. ഞാൻ എന്താ ചെയ്യേണ്ടത് ദാസേട്ടാ? നീ എന്റെ കൂടെ വാ. അത്യാവശ്യത്തിന് പണം കിട്ടുന്ന ജോലികൾ എന്റെ അടുത്തുണ്ട്. പണം കയ്യിലുണ്ടെങ്കിൽ ഈ ലോകത്ത് നടക്കാത്ത ഒരു കാര്യവുമില്ല. ഞാൻ വരാൻ ദാസേട്ടാ, ഞാൻ തീരുമാനിച്ചു. എടാ, സമൂഹത്തിലെ ഏറ്റവും അവഗണിക്കപ്പെടുന്ന വിഭാഗത്തിലുള്ളവരാ നമ്മൾ. നമുക്ക് വേണ്ടി പറയാൻ രാഷ്ട്രീയക്കാരില്ല, ഭരണകൂടവും നമ്മുടെ കരച്ചിൽ കേൾക്കില്ല. ഇനി അഥവാ കേട്ടാലും അവരും മൈൻഡ് ചെയ്യില്ല. എന്തായാലും അമ്മയോട് കൂടി ഒന്ന് ആലോചിക്കട്ടെ. എവിടുന്ന് ഉണ്ടാക്കി കൊടുക്കാനാ ഇത്രയും പണം? ദാസേട്ടൻ കുറെ നാളായി ടൗണിൽ ജോലിക്ക് നിർബന്ധിക്കണു. ഞാൻ പോയാലോ അമ്മേ?
പക്ഷെ ഇടയ്ക്ക് വീട്ടിൽ വരാൻ പറ്റൂ. കുമാരായിട്ടും പോണം. ടൗണിലൊക്കെ പോയാൽ നല്ല കാശുള്ള പണി കിട്ടും. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല, വെറുതെ അമ്മയ്ക്ക് വിഷമം കൂട്ടാൻ. അതെ അമ്മേ, ഞാൻ പോവും. ദൂരസ്ഥലങ്ങളിലൊക്കെ പോയി ജോലി ചെയ്ത് രക്ഷപ്പെടാൻ പറ്റുമോ എന്റെ കുട്ടന്? അതൊക്കെ ഏട്ടന് പറ്റും. അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാതിരുന്നാ മതി. ചിലപ്പോ ദൈവം കാണിച്ചെന്ന വഴിയായിരിക്കും അമ്മേ. അതെ. ഹാ, എന്താണ് നിന്റെ ഇഷ്ടം വെച്ചാൽ അത് ചെയ്യ്. വേറെ ഒരു മാർഗവും ഇല്ലമ്മേ. രണ്ട് വിശേഷാൽ പൂജകള്. ആർക്കാ? മകനാ കുമാരന് നാളെ മകീരം, ഒരു ശത്രു സംഹാരം, ഒരു അഭിഷേകം. ആയിക്കോട്ടെ. അമ്മേ കാത്തിരക്ഷിക്കണേ. എന്താ വിശേഷം അയാൾക്ക്? ജോലി കിട്ടി. ഓ, നന്നായി. എവിടെയാ? കുറച്ച് അകലെയാ, ടൗണിലാ. ഇന്ന് പോണം. എല്ലാം മംഗളായി വരും. പിന്നെ ഒരു ചരട് ജപിച്ചു തരണം തിരുമേനി. ഇത്ര നാളും എന്നെ വിട്ട് നിന്നിട്ടില്ല എന്റെ കുട്ടൻ. എനിക്കറിയാലോ കാര്യങ്ങള്. എത്രന്റെയാ? ഒരു 101 മന്ത്രത്തിന്റെ. ഇന്ന് തരാവില്ല കേട്ടോ, 7 നാളെങ്കിലും ഇരിക്കണ്ടേ? ഓ, ഹൈ, വിഷമിക്കണ്ട, എല്ലാം ദേവി കാത്തോളും. ഉം. ഏട്ടാ, മുണ്ടും ഷർട്ടും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടോ? തോർത്തുകൊണ്ട് എടുത്തു വെച്ചോ? പിന്നെ ആദ്യം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് എനിക്കൊരു ധാവണി വാങ്ങി തരണം. വാങ്ങിത്തരാലോ. 2ാം മാസത്തെ ശമ്പളത്തിൽ നിന്ന് എനിക്കൊരു 1/2 പവന്റെ മാല. അപ്പൊ അമ്മയ്ക്കോ? ആ, എന്നാ ഒരു കാര്യം ചെയ്യാം. എനിക്ക് മാല വേണ്ട, അമ്മയ്ക്ക് ഒരു സാരി വാങ്ങിക്കൊടുക്കാം. 2-3 പ്രാവശ്യം ഉടുത്ത് കഴിയുമ്പോ ഞാനത് മുറിച്ച് ധാവണി ആയിക്കോളാം. എന്താ? അല്ല കുട്ട, ഇത്ര വേഗം റെഡിയായോ? ഉപമേ, പോവാൻ സമയായി. കിട്ടുന്ന ജോലി ഇച്ചിരി ഭാരമുള്ളതാണെങ്കിലും ആത്മാർത്ഥമായി ചെയ്യണം. ആരെയും വേദനിപ്പിക്കരുത്. ചീത്ത കൂട്ടുകെട്ടിൽ ചെന്ന് ചാടരുത്. ഇതൊക്കെ നിനക്കറിയാം. എന്നാലും എന്താ എന്താ കുട്ട ഇങ്ങനെ നോക്കണേ? ഒന്നുമില്ലമ്മേ. വാ, ദേവിയോട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങ. ദേവി, എന്റെ കുട്ടനെ കാത്തിരക്ഷിക്കണേ. അമ്മേ, എന്റെ പൊന്നുമോനെ. എന്താ കുട്ടായത്? അമ്മേ, ധൈര്യമായിട്ട് പോയി വാ. പോയിട്ട് വരാം മുത്തപ്പ. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് പറയാണെന്ന് ധരിച്ചാ മതി. ദേവിയെ എപ്പോഴും മനസ്സിൽ ധ്യാനിച്ചോണം. ചുറ്റുപാടുമുള്ള ദാരികന്മാരെ തിരിച്ചറിയാനുള്ള ശക്തി അമ്മ തരും. പോവാം. എന്റെ മോനെ നല്ലവണ്ണം നോക്കിക്കൊള്ളണേ. ഇവിടെ വിട്ട് അവൻ എവിടെയും പുറത്തു പോയിട്ടില്ല. ഈ ചേരി കിടന്ന ഒന്നും ആവാൻ പറ്റില്ലമ്മേ. എല്ലാം ഞാൻ നോക്കിക്കോളാം. വാ, കേറ്. ഞാനിന്ന് വീട്ടിലേക്ക് വരാം. എന്തിനാ? ഏട്ടൻ ഇന്ന് ജോലിക്ക് പോയില്ലേ? അപ്പോ ഇനി ഞാൻ തന്നെ ഒന്ന് കാര്യങ്ങൾ പറയാം. അത്രയ്ക്ക് തിരക്ക് വേണ്ട. ആദ്യം വീടിന്റെ കാര്യമൊക്കെ ശരിയാവട്ടെ, പിന്നെ ചന്ദ്രേട്ടന് സ്ഥിരമായിട്ടൊരു പണിയും. ഇതൊക്കെ ശരിയായിട്ട് ഇനി എന്നാ? ചന്ദ്രേട്ടന് ഒരു ഓട്ടോ വാങ്ങിച്ചാലെന്താ? ലോൺ എടുത്ത്. എനിക്കെന്നും പണിയുണ്ട്. ഞാൻ നിന്റെ ഏട്ടനെ പോലെയല്ല, ഏത് പണിയായാലും ചെയ്യും. അങ്ങനെ എന്റെ ഏട്ടനെ കളിയാക്കൊന്നും വേണ്ട. എന്റെ ഏട്ടൻ വലിയ കാശുകാരനാവും. നല്ല ജോലിയാന്നാ കേട്ടത്. പിന്നെ എന്നെങ്ങനെ എപ്പോഴും കാണാനൊന്നും പറ്റില്ല കേട്ടോ. അയ്യോ, അപ്പൊ എന്റെ കാര്യം കഷ്ടത്തിലാവോ? ചിലപ്പോ ടൗണിൽ നല്ല ആമ്പിള്ളേരെ ഒത്തു വന്നാ എന്നെ കെട്ടിച്ചു വിടുകയും ചെയ്യും. അങ്ങനെ വിടാൻ സമ്മതിച്ചില്ലെങ്കിലോ? വിടാൻ സമ്മതിക്കില്ല. ഇല്ല, സമ്മതിക്കില്ല. ഒരിക്കലും സമ്മതിക്കില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. ചിരി കണ്ടു
ഒരു വിളി കേട്ടാൽ മൊഴി കേട്ടാൽ അത് മതി. ഒരു വിളി കേട്ടാൽ മൊഴി കേട്ടാൽ അത് മതി. ഇത് കുമാരൻ, ഞാൻ പറഞ്ഞ ആളാ. ഇവരൊക്കെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരാ. ഇത് റഷീദ്, വാസു, ആന്റൺ. വാ പോവാ. എല്ലാരും ഇല്ലേ? നാളെ രാത്രിയാ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സ്ഥലം കുറച്ച് അകലെയാ, പുഴയ്ക്കപ്പുറത്തുള്ള ഗ്രാമത്തിൽ. അതാരാ? ഇതാണ് കുമാരൻ. അടുത്ത കടവിൽ ജീപ്പ് ഉണ്ടാവും. ഇന്ന് തന്നെ പോണം. ഇനി നാളെ. ദാസേട്ടൻ എപ്പോഴാ വരിക? ഇപ്പൊ വരും. എപ്പോഴാ ജോയിൻ ചെയ്യണ്ടേ? മിക്കവാറും ഇന്ന് തന്നെ. എല്ലാരും ഒരേ ഓഫീസിലാ? അങ്ങനെയൊന്നുമില്ല. ദിവസം നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കുമോ? മിക്കവാറും നൈറ്റാ, ചിലപ്പോ ഡേയിലും കാണും. മാസം ഒരു 10,000 രൂപ കിട്ടുമായിരിക്കും അല്ലേ? ദാസേട്ടൻ ഒന്നും പറഞ്ഞില്ലേ? മനസ്സ് വെച്ചാ 3000 കൂടുതലുണ്ടാക്കാം. ആന്റണി, എന്തിനാ വെറുതെ? അല്ല റഷീദേ, അത് അധികം സംസാരം വേണ്ട. ഓരോന്നെടുത്തോ. ദാസേട്ടാ, എന്തായത്? നിനക്ക് ജോലി വേണ്ടേ? കൈ നിറയെ പണം വേണ്ടേ? ഇതും ഒരു പണിയാണ്. പിടിക്കടാ. നാട് നീളെ കടവും കടപ്പാടുകളും ബുദ്ധിമുട്ടും, കെട്ടിച്ചയക്കാൻ ഒരു പെങ്ങൾ, നഷ്ടപ്പെടാൻ പോകുന്ന വീട്. നീ ഇതുവരെ ഒന്നും പഠിച്ചില്ല അല്ലേ? പിടിക്കേ. വേണ്ട, ഒന്നിനും ഞാനില്ല. പിടിക്കാൻ പിടിക്കാനാ പറഞ്ഞ. പിടിക്കേ. വെറുതെ
വേണ്ട. ദാ. മോളെ മുത്തപ്പനില്ലേ? ഉണ്ട് മുത്തച്ഛ, വാമേ അകത്തേക്ക് ഇരിക്കാം. ആരാ അത്? ആ സുഭദ്രാമയോ? ഇരിക്കെ. എന്താ രാവിലെ തന്നെ? 2 ബ്ലൗസ് തയ്ക്കാൻ കൊണ്ടുവന്നതാ. ആ കുമാരന് ജോലിക്ക് കയറി കാണൂല്ലേ? അതെ. എന്തായാലും സുഭദ്രയുടെ മുഖത്തിനൊരു തെളിച്ചമുണ്ട് അല്ലേ മോളെ? അവൻ പോയല്ലേ, വിഷമമില്ലാണ്ടല്ല. കാര്യങ്ങൾ നടക്കണ്ടേ? വീടിന്റെ കാര്യം, കടം, പിന്നെ അതെ ഇവള്. എന്റെ കാര്യമൊന്നും ഇപ്പൊ നോക്കണ്ട. ആ എന്താ നിനക്ക് കല്യാണം കുടുംബമൊന്നും വേണ്ടേ? വേണം, ഇപ്പൊ വേണ്ട. അതൊന്നും അല്ല മുത്തച്ഛ, ഇവൾക്ക് ഇപ്പോഴും ഒരാളോട് ഇഷ്ടാ. ഒന്ന് പോടി. ഇനി ഇവളുടെ കാര്യം ഒന്ന് തീരുമാനിക്കണം. അമ്മയില്ലാത്ത കുട്ടിയാണെങ്കിലും ആ ഒരു തോന്നൽ ഉണ്ടാക്കാതെ ഇത്രയും കാലം വളർത്തിയത്. ഇവക്ക് 8 വയസ്സുള്ളപ്പോ മോള് വിഷമിക്കണ്ട, എല്ലാം ഒന്ന് നേരെയാവട്ടെ. നമുക്കെല്ലാം വേണ്ടി തന്നെയാ ഇക്കൊല്ലം ഞാൻ 41 നോറ്റ് ദേവിക്ക് കോമരം കെട്ടി വെളിച്ചപ്പെടുന്നത്. നല്ല കാര്യം. ദേവീ ചൈതന്യം ഒഴുകും, ഉദ്ദിഷ്ട കാര്യപ്രാപ്തി ഉണ്ടാകും. പിന്നെ കുമാരനുണ്ടല്ലോ, അവൻ നോക്കും. അതേ മുത്തപ്പ, ഇനി എല്ലാം അവന്റെ കയ്യിലാ. ഓക്കെ, ശരി. റഷീദ്, എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കും. മിണ്ടായിരിക്കണം. ബസ് ഉടനെ എത്തും. ഈ വഴിക്കുള്ള അവസാനത്തെ ട്രിപ്പ്. മുൻവശത്തെ ഡോറിന്റെ തൊട്ടടുത്ത സീറ്റിൽ ഇടതുവശത്താണ് അവൻ ഇരിക്കുന്നതെന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടി. ഒരുമിച്ച് കയറണം, വലിച്ചിറക്കി നിലത്തിട്ട് വെട്ടണം. നോക്ക്, ആദ്യത്തെ വെട്ടിനും ആദ്യത്തെ കൊലപാതകത്തിന് മാത്രമേ മനസ്സും കൈകളും നിറയ്ക്കൂ. ഒരിക്കൽ ചോര കണ്ടാൽ പിന്നെ അതൊരു ഹരമായിരിക്കും നിനക്ക്. ഹരം, മനസ്സിലായോ? വേണ്ട, സംസാരം വേണ്ട. കൃഷ്ണേട്ടോ, അടുപ്പത്തിലൊരു ചായ. ആ കുമാരനോ? എല്ലാം ഞാൻ അറിഞ്ഞു. ജോലി കിട്ടിയ കാര്യം മുത്തപ്പൻ പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വരാൻ പറ്റുന്ന ജോലിയാണോ കുമാര? സുഭദ്രാമയ്ക്ക് സമാധാനായി. പാവം, ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട് നിങ്ങളെ വളർത്താൻ. മുഖത്ത് നല്ല ക്ഷീണുണ്ടല്ലോ. ഭാരമുള്ള ജോലിയായിരിക്കും. ഒഴിഞ്ഞാമ്പാറയിൽ വ്യാജ ലോട്ടറി പിടിച്ചു. അതെപ്പോ? ബസ്സിൽ നിന്നും പിടിച്ചിറക്കി വെട്ടിക്കൊന്നു. അതിരപ്പിള്ളി വായിച്ചടോ. അതിരപ്പിള്ളിയിൽ നിന്നും പുളിക്കക്കടവിലേക്ക് പോകുന്ന യാസീൻ എന്ന ബസ്സിൽ നിന്നും രാമനാഥൻ എന്ന ചെറുപ്പക്കാരനെ ഒരു സംഘം ആക്രമികൾ ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തി. ബസ്സിനു നേരെ ബോംബെറിഞ്ഞ് യാത്രക്കാരെ പരിഭ്രാന്തിയാക്കിയ സംഘം
കാളി ഭദ്രകാളി ഓം കാളി നമസ്തുതേ കാളി കാളി ഭദ്രകാളി ഓം കാളി നമസ്തുതേ ഡാമേ നല്ല തിരക്കുണ്ടാമേ കാലടിക്കാവില്. രാവിലെ നല്ല തിരക്കായിരുന്നു. ഞാൻ ഈ മന്ത്രച്ചരട് പൂജിക്കാൻ കൊടുത്തിട്ട് കുറെ കാത്തു നിന്നു. എത്ര മന്ത്രത്തിന്റെ അമ്മേ? 101 മന്ത്രം ചെവിച്ച് കെട്ടി പൂജിച്ചേക്കണതാ. ഒരു ധൈര്യമില്ലാത്തവനവൻ. ഇത് ദേഹത്ത് കെട്ടിയ എല്ലാം ശരിയാവുന്ന പൂജാരി പറഞ്ഞ. ഒരാപത്തിലും ചെന്നുപെടാതെ ദേവി കാത്തോളും. ഓ, എനിക്ക് എന്റെ കുട്ടനെ ഒന്ന് കണ്ടാ മതി. എന്റെ ദേവി കാത്തോളൂ. കഴിഞ്ഞ പോലെ ഇതേ ദിവസം ഞാനും ഏട്ടനും കൂടി കാലടിക്കാവില് പോയതാ പൊട്ടന്നയ്യ എഴുന്നള്ളത്ത് കാണാൻ. നിന്റെ കുട്ടനില്ലാതെ എവിടെയും പോവാൻ തോന്നുന്നില്ല എനിക്ക്. കുമാര കുമാര, എന്തൊരു ചെയ്തേ? നമ്മൾ ഇന്നലെ വെട്ടിയത് കൊല്ലാൻ ഉദ്ദേശിച്ച ആളെയല്ല, ആള് മാറിയ വെട്ടിയത്. ഉദ്ദേശിച്ച ആൾ അതേ സീറ്റിൽ നിന്നാണ് ടൗണിൽ നിന്ന് വന്നത്. പക്ഷേ അപകടമുണ്ടെന്ന് മനസ്സിലാക്കിയ അയാൾ തൊട്ടു മുന്നിലെ സ്റ്റോപ്പിലിറങ്ങി. ആശുപത്രി കിടക്കുന്ന അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്ത് തിരിച്ചു വരുന്ന ഒരു രാമനാഥനെയാണ് നമ്മൾ വെട്ടിയത്. ആള് മാറി വെട്ടി. കൊല്ലപ്പെട്ടത് സാധുവായ ഒരു ചെറുപ്പക്കാരനാണ്. നാടെങ്ങും പോലീസ് അരിച്ചു പെറുക്കുകയാണ് എന്ന് കരുതി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്ത് ചെയ്യണം ദുർഗെ? ഒരു കാരണവശാലും പിടികൊടുക്കരുതെന്നാണ് മോളിൽ നിന്നുള്ള ഉത്തരവ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോകുന്നു. ഏകദേശം 10 കിലോമീറ്റർ അപ്പുറത്ത് കോടശ്ശേരി മലയാണ്. നമുക്ക് മല കയറാം. കുറച്ചുനാൾ കഴിഞ്ഞ് അന്വേഷണത്തിന്റെ ചൂടാറുമ്പോൾ നമ്മൾ തിരിച്ചു വരുന്നു. ശരി ദുർഗെ, ഞങ്ങൾ റെഡി. ഞാൻ എന്താ? കുമാരന്റെ വീടല്ലേ ഇത്? അതെ. ആ, അവനല്ലേ ഇവിടെ? ഇല്ല, ജോലിക്ക് പോയിരിക്ക ടൗണില്. എന്നാ പോയത്? 3 ദിവസമായി. ഒറ്റയ്ക്കാണോ അതോ കൂടാരിലുണ്ടോ? അവന്റെ ഒരു കൂട്ടുകാരൻ ദാസിന്റെ കൂടെയാ പോയിരിക്കുന്നത്. ദാസ്, ദുർഗാദാസ് അല്ലേ? അതറിയില്ല. ഇനി എന്നാ മോൻ വരണേ? വരണത് എന്താണെന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല. ഭർത്താവിന് എന്താ പണി? മരിച്ചുപോയി. പിന്നെ അവൻ എപ്പോ വന്നാലും ഉടനെ സ്റ്റേഷനിലേക്ക് എത്താൻ പറയണം.
എന്താ കാര്യം സാർ? ആവശ്യമുണ്ട്. എന്താ അമ്മേ? എനിക്കറിയില്ല മോളെ. കുമാരൻ അന്വേഷിച്ചു വരേണ്ട ഒരു കാര്യമില്ലല്ലോ. ഇനി ചിലപ്പോ റോഡ് പണിയുടെ ഭാഗമായിട്ട് വല്ലതും അന്വേഷിക്കാൻ വന്നതാവോ? ഒന്നും മനസ്സിലാവുന്നില്ല. എന്റെ ദേവി, എന്റെ കുട്ടനെ കാത്തോളനെ. ഞാനില്ല, എനിക്ക് എന്റെ വീട്ടിൽ പോണം, അമ്മയെ കാണണം. ഇല്ല, നീ എങ്ങും പോകുന്നില്ല. ഇത് എന്റെ തീരുമാനമാണ്. ചോര കണ്ട് അറപ്പും വെറുപ്പും മാറിയ കൈകളായത് കൊന്നുകളയും ഞാൻ. ദുർഗെ, അവനൊരു പാവ. നിനക്കെന്താ ഇവനോട് സെന്റിമെന്റ്സാ? നിന്നോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു ദുർഗ. പിന്നെ നീ തിരിച്ചു വന്നിട്ടേ ഞങ്ങൾ പോകൂ. എന്നാ ഞാൻ പോയിക്കോട്ടെ. നീ എന്തിനങ്ങനെ വിഷമിക്കണേ? ഈ തൊഴിലിൽ തന്തയും തള്ളയും ബന്ധങ്ങളൊന്നുമില്ല. ഈ തൊഴിലിന് ഒറ്റ മിത്രമേ ഉള്ളൂ, മരണം. മരണത്തെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. കുമാര, മരണം സൗന്ദര്യമാണ്. മരണത്തെ വശ്യ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയായി സങ്കല്പിച്ചു നോക്ക്. ആരെയും മോഹിപ്പിക്കുന്ന, കീഴ്പ്പെടുത്തുന്ന സൗന്ദര്യം. വിടർന്ന കണ്ണുകളും ചുവന്ന കവിൾത്തടങ്ങളും മധുരിക്കുന്ന ചുണ്ടുകളും ഇടതൂർന്ന മുടിയും. മാൻകുട്ടി മൈനക്കുട്ടി മഴകാക്കും മയിലിൻ കുട്ടിയോയ മാനത്തെ തങ്കക്കട്ടി മുകിലാട്ടും തിങ്കൾ കുട്ടിയോയ തൊടുകുറി കണ്ട് കൊണ്ടു കുടഞ്ഞൊരി കണ്ട് മുകിൽ മുടിയാടും തളയോട് വള കണ്ട് മാൻകുട്ടി മൈനക്കുട്ടി മഴകാക്കും മയിലിൻ കുട്ടിയോയ ഓടിപ്പാവുണ്ടേ ഓടുവാൻ നിന്നെ വെള്ളിത്തുമ്പത്തോടെ തുമ്പാൽ കാതിൽ ഞാൻ കൊണ്ടേ ചെമ്മാനച്ചാണ്ടും കൊട്ടും ചെമ്പട്ടും ചേലത്തുമ്പും മാരോരം മുത്തം വയ്ക്കും മഞ്ചാടി ചുറ്റും ചരടും മാൻകുട്ടി മൈനക്കുട്ടി മഴകാത്തും മയിലിൻ കുട്ടിയോയ മാനത്തെ തങ്കക്കട്ടി മുകിലാട്ടും
നെഞ്ചിൽ ഉള്ളോ പെണ്ണെ കൊഞ്ചി കൊഞ്ചി നെഞ്ചിൽ കൊത്താതെ കാറ്റിൽ തൂവൽ തേടി കാണാച്ചെന്തും പാടി കണ്ണിൽ കണ്ണിൽ കണ്ടേ നിന്നെ കണ്ടേ പോരാലോ മാൻകുട്ടി മൈനക്കുട്ടി മഴകാക്കും മയിലിൻ കുട്ടിയോ രാവിലെ മുതൽ ഈ നേരം വരെ ഞാൻ സ്റ്റേഷനിൽ നിന്നു. ആരും ഒന്നും പറയണില്ല. ഇടയ്ക്കിടയ്ക്ക് വലിയ വലിയ ഓഫീസർമാരൊക്കെ വന്ന് പോണുണ്ട്. ഗുരുതരമായ വല്ല കേസുവാണെങ്കിൽ പിന്നെ പോലീസ് അന്വേഷിച്ച് വന്നേനെ. നീ എന്തായി പറയണേ? അങ്ങനെ വല്ല കുഴപ്പത്തിൽ ചെന്ന് ചാടോ എന്റെ കുട്ടി? എന്റെ സുഭദ്രെ, വെറുതെ അതും ഇതും ആലോചിച്ച് മനസ്സ് നീറ്റാണ്ടിരിക്കുക. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല മുത്തപ്പ. കണ്ണടച്ചൊക്കെ ദുസ്വപ്നങ്ങളാ. അത് മനസ്സിന് കട്ടിയില്ലാത്തോട്ടാ. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ ധൈര്യമില്ലാത്ത കുട്ടിയാവൻ. ഇത്രയും പ്രായമായിട്ടും അമ്മയുടെ പിന്നിൽ നിന്ന് മാറിയിട്ടുണ്ടോ അവൻ? അതെ, കണ്ണിന് കാഴ്ച കുറവാന്നും എന്നും തലവേനയാന്ന് പറഞ്ഞ് ദൂരെ ഒരു സ്ഥലത്ത് മഴയ്ക്ക് പോവാത്ത ചെക്കനല്ലേ. അതെ, അങ്ങനെ ഒരാൾ എന്ത് കേസുണ്ടാക്കാനാ? സുഭദ്രാമ ധൈര്യമായിട്ടിരിക്കും. ആ, അത് തന്നെ എനിക്കും പറയാനുള്ളൂ. ധൈര്യം കൈവിടാണ്ടിരിക്കുക. സ്വന്തം മകനെ എന്തേ കുറച്ചു ദിവസമായി ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുന്നു. കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. ആർക്ക് വേണ്ടിയാ നീ ഇത് ചെയ്തേ? എന്തിനു വേണ്ടിയാ നീ ചെയ്തേ? എനിക്ക് നിന്നെ പോലെ ആകായിരുന്നു. നിന്റെ മാർഗം സ്വീകരിക്കായിരുന്നു. എന്തിനും നീ അയാളുടെ അടുത്തല്ലേ പോവാറ്. എന്നിട്ടിപ്പോ എന്തായി? ചെങ്ങാതി കുത്തിയത് ചങ്കില്. നീയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കി ചന്ദ്ര. നീ ഒന്നും പറയണ്ട ചന്ദ്ര. കാര്യങ്ങൾ നടക്കാണ്ടാവുമ്പോ കാശുണ്ടാക്കാനുള്ള ശ്രമം, ആ ഒരു അവസ്ഥയാണ് നിന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. പിന്നല്ലാതെ ആരാ? എന്റെ കാര്യം നിനക്കറിയോ? ദാ അത് കണ്ടോ, ലോൺ എടുത്ത് വാങ്ങിയതാ. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ വത്സല ഉപേക്ഷിക്കില്ല. ഒന്നുകൊണ്ടും പേടിക്കണ്ട. കോടതി കേസല്ലേ. ഇതുവരെയുള്ള തെളിവുകൾ നമുക്ക് ഒതുക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് ഭയമില്ല. ആ ഒറ്റുകാരനിവിടെ കുമാരൻ, അവൻ നാട്ടിലുണ്ട്. വിടരുത്. അവനെ പൂർണ്ണമായും നമ്മുടെ വരുതിയിലാക്കണം. എന്തും സഹിക്കാനുള്ള കരുത്ത് അവന്റെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാക്കണം. അവനെ പറഞ്ഞു മനസ്സിലാക്കണം. ഇതൊരു സ്ഥിരം തൊഴിലാ. ജാതിയും മതവും രാഷ്ട്രീയവും പകയും വഞ്ചനയുമുള്ള കാലത്തോളം നമുക്ക് പണിയും പണവുമുണ്ട്. ദാ നാളെ ഒരു പണിയുണ്ട്. പണം ഇനിയും തരും, എത്ര വേണമെങ്കിലും. അധികം ആള് വേണ്ട, ഒരാളും കൂടി മതി. ബാക്കി കാര്യം അറിയിക്കാം. ശരി. പോവാൻ വരട്ടെ. ആരാടാ ബോട്ടി വന്ന് പോയത്? ചോദിച്ചു കേട്ടില്ലേ? അതാരാന്ന്? സാറ് വഴിമാറ്. നിന്നോടോ ചോദിച്ചേ അതാരാന്ന്? സാറേ വേണ്ട. ഓ, എന്നോട് പോവാൻ പറ. നീ ആരാടാ? മോനെ.
ഞാൻ പറഞ്ഞില്ലേ പുതിയ പണി, അതിനവൻ മതി, കുമാരൻ. ആന്റണി വേറെ പണിക്ക് പോയിരിക്കുക. പിന്നെ വാസു, അവൻ ഒടുവില. കുമാരനെ നമ്മൾ പലതും ശീലിപ്പിച്ചെടുക്കണം. പൂർണ്ണമായും നമ്മുടെ വരുതിയിലാകുന്നതുവരെ ഒരിക്കലും തിരിച്ചു പോകാൻ അവന് സാധിക്കരുത്. അവനൊരു പാവം, ഒരു പേടിത്തൊണ്ടൻ. അവനെ വെറുതെ വിട്ടേക്ക് ദുർഗെ. ആ പേടി നമ്മളായിട്ട് മാറ്റിയ പിന്നെ അവൻ നമ്മുടെ ആളാ. ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെ നമുക്ക് വേണ്ടത്. ജീവിക്കാൻ കഷ്ടപ്പെടുന്നവർ, ബുദ്ധിമുട്ടുന്നവർ, അനുസരണയുള്ളവർ. അവര് വലുതായാലും നമുക്കൊരിക്കലും ഭീഷണിയാവില്ല. നമ്മൾ വളർത്തുന്നവർ നമ്മുടെ തലയ്ക്ക് മുകളിൽ വാളുയർത്തില്ല. ശരി, ഇനി നിന്റെ കാര്യം എന്ത് ചെയ്യണം? കുറച്ചു നാളത്തേക്ക് ഞാനില്ല ദുർഗെ, എന്നെ ഒഴിവാക്കണം. കുറച്ചു നാളത്തേക്ക് മാത്രം. അതിനുശേഷം ഞാൻ വരും. അതുവരെ ആർക്കും പിടികൊടുക്കരുത്. പണം വല്ലതും വേണോ നിനക്ക്? വേണ്ട. ശരി, നീ പോയിക്കോ. ശരി. നീ എന്താ ഒന്നും മിണ്ടാത്തെ? എന്ത് പറയാനാ റഷീദേ, എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. കാൽക്കീഴിലെ മണ്ണ് പോലും ഊറി ഒലിച്ചു പോകുന്നൊരവസ്ഥ. നിനക്കെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കാറുന്നില്ലേ? എങ്ങനെ രക്ഷിക്കും? എന്നെയും നിന്നെപ്പോലെ എന്നെ കുരുക്കിൽ വീഴ്ത്തിയത് അയാൾ, ദുർഗാദാസ്. അയാൾ എന്നും അങ്ങനെയായിരുന്നു. കണ്ട് പരിചയപ്പെട്ട് സഹായിച്ച് ഒടുവിൽ വല വിരിച്ച് കൊടുക്കുക. ഒരിക്കലും മൂരാൻ പറ്റാത്ത കുരുക്കിൽ. പിന്നെ നിന്റെ എല്ലാ പ്രശ്നവും അയാൾക്ക് അറിയാവുന്നതുകൊണ്ട് നിന്നെ വീഴ്ത്താൻ എളുപ്പമായിരുന്നു. പിന്നെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അതാണ് ഇപ്പോഴെന്റെ ഏറ്റവും വലിയ ദുഃഖം. ഞാൻ കാരണം അമ്മയ്ക്ക് ഇതൊക്കെ സംഭവിച്ചത്. എന്റെ അമ്മ ഒരു പാവാ റഷീദേ. അമ്മയ്ക്ക് വേണ്ടി ഇതുവരെ ജീവിച്ചിട്ടില്ല, എനിക്ക് വേണ്ടിയാ ജീവിച്ചത്. ഇനി അമ്മയെ ചികിത്സിക്കണം. നിനക്ക് രൂപവല്ലം വേണം. രാമനാഥന്റെ ചോരയിൽ മുക്കിയെടുത്ത രൂപയല്ലേ? വേണ്ട. ഏത് ദൈവത്തിന്റെ മുന്നിൽ മുടി വെച്ച് അടിയല, ഏത് ചിത്രകൂടക്കല്ലിൽ തലയടിച്ച് മരിച്ചാല എനിക്ക് മോക്ഷം കിട്ടാൻ അറിഞ്ഞൂടാ. എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടണം. സാധിക്കില്ല. അവൻ ഇനിയും വരും ദുർഗ. കുമാര, അമ്മയുടെ കാര്യം ഞാൻ അറിഞ്ഞു. പതറരുത്. നമ്മുടെ ജീവിതത്തിൽ ചങ്കുറ്റമാണ് വേണ്ടത്. എന്തും ഏതും എവിടെ വെച്ച് നേരിടണം. എന്റെ വഴിയിൽ സെന്റിമെന്റ്സ് ഇല്ല. ഏൽപ്പിക്കുന്ന പണികളും കിട്ടുന്ന കൂലി പണവും ചോരയുടെ പണമുണ്ടെങ്കിലും പണം തന്നെയാ. എങ്കിൽ എന്റെ അമ്മയുടെ മാനസിക നില പഴയതുപോലെ ആക്കാൻ നിങ്ങളുടെ പണത്തിന് പറ്റുമോ? പറ്റും. ചികിത്സിക്കണം. ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല ചികിത്സ കൊടുക്കണം. അവിടെയും പണമാണ് മുഖ്യം. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എനിക്കെല്ലാം മതിയെ. ഞാൻ കാരണം എന്റെ അമ്മയ്ക്ക് ഗതി വന്നത്. മേലിൽ നിങ്ങൾ ഇവിടെ വരരുത്, എന്നെ കാണരുത്. എനിക്ക് നിങ്ങളെ കാണണ്ട. നിന്റെ കിടപ്പാടം കൈവിട്ടു പോകാതിരിക്കാൻ അഡ്വാൻസ് കൊടുത്ത തുകയായി തരും. പലപ്പോഴായി നീ എന്റെ കയ്യിൽ നിന്നും കടം വാങ്ങിയ തുകയായി തരും. പ്രസിഡന്റിന് മുമ്പിൽ വാക്ക് പറഞ്ഞ തുകയാര് കൊടുക്കും? കുമാര, ആവേശം വേണ്ട. ചേടാ, നീ തളരരുത്. മരണത്തെ ഭയക്കരുത്. മരണം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നവനാണ് ഞാൻ. എനിക്കറിയാം എന്റെ മരണം എങ്ങനെയായിരിക്കുമെന്ന്. പുതിയൊരു പദ്ധതിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പണം അതെത്ര വേണമെങ്കിലും കിട്ടും. ഇപ്പൊ നിനക്ക് ലോകത്ത് ഒന്നുമില്ല. നീ എന്ത് പറയുന്നു? എന്ത് കിട്ടും? എന്തും കിട്ടും. ചങ്കൂറ്റം അതുണ്ടായാൽ മാത്രം മതി. ഇതാ, അമ്മയുടെ ചികിത്സ നടക്കട്ടെ. ഇതുപോലെ ഇനിയും കിട്ടും. മറ്റന്നാൾ രാത്രി നമ്മൾ കാണുന്നു. ഏട്ടാ, എല്ലാം ഞാൻ കണ്ടു. സന്തോഷായില്ലേ എന്റെ ഏട്ടന്? കൈ നിറയെ പണം. ആർക്ക് വേണ്ടിയാ?
ഏട്ടൻ ഈ ചോരപ്പണം വാരി കൂട്ടുന്നത് എനിക്ക് വേണ്ടിയോ അമ്മയ്ക്ക് വേണ്ടിയോ? ഈ ശാപം കിട്ടിയ പണം കൊണ്ട് എല്ലാ കാര്യങ്ങളും ശരിയാവുമെന്ന് തോന്നുന്നുണ്ടോ എന്റെ ഏട്ടന്? എനിക്കെല്ലാം മനസ്സിലായി. പണത്തിന് വേണ്ടി തന്നെയാ ഏട്ടൻ വെട്ടിയത്. പണത്തിന് വേണ്ടി എന്തു ചെയ്യുന്ന എന്റെ ഏട്ടനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. പണത്തിന് വേണ്ടി ഈ അനിയത്തെ വിൽക്കോ? വളർക്കണ വർത്താനം പറയരുത്. ഇന്നലെ കുട്ടികളുടെ അച്ഛൻ വന്നിരുന്നു. രാത്രിയില് ഒരുപാട് നേരം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു. കുറെ കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ടായിരുന്നു. കടം, വീടിന്റെ കാര്യം, വത്സലയുടെ കാര്യം. ചതിയനാവൻ ദാസൻ എന്റെ കുട്ടിയെ കൊണ്ടുപോയി പോലീസുകാർക്ക് കൊടുത്തില്ലേ? ഡോക്ടറെ, ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. ഡോക്ടർക്കെല്ലാം അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യ്, അമ്മയെ കുറച്ചേരം മുറി കൊണ്ടിരുത്ത്. അമ്മേ. ഇങ്ങോട്ട് വരാൻ നിങ്ങൾ വിട്ടെ. മുമ്പ് എവിടെയെങ്കിലും കാണിച്ചിരുന്നോ? വൈദ്യര് കുറച്ച് എണ്ണ തന്നു, പിന്നെ കുറെ കർമ്മങ്ങളൊക്കെ നടത്തി നോക്കി. ഒന്നിനും പ്രയോജനമില്ലാതെ വന്നപ്പോഴാ ഇങ്ങോട്ട്. മനസ്സിന് വല്ലാത്ത ആദ്യമുണ്ട്. ഒരേ ഒരു മകൻ വഴിതെറ്റി പോകുമ്പോ പെറ്റപ്പിക്കുണ്ടാവുന്ന ഒരു അങ്കലാപ്പില്ലേ? സാരമില്ല, നമുക്ക് ശരിയാക്കാം. കുറച്ച് ആളുടെ കഴിയേണ്ടി വരും. പിന്നെ നിൽക്കാനും നോക്കാനൊക്കെ കൂടെ ആളുണ്ടല്ലോ അല്ലേ? ആ ശരി. ഒരു 3-4 മാസമെങ്കിലും മരുന്നും ഗുളിയൊക്കെ കഴിച്ച് അവിടെ കിടക്കേണ്ടി വരുമെന്നാണ് ഡോക്ടർമാര് പറഞ്ഞത്. കുറച്ചു ദിവസം ആള് കൂടെ നിന്നാ മതി, പിന്നെ അവര് നോക്കിക്കോളും. തൽക്കാലം മത്സരം നിൽക്കട്ടെ. ഇന്ന് സ്റ്റേഷനിൽ പോയോ ഒപ്പിടാൻ? ചീത്ത കൂട്ടുകെട്ടുകൾ വരുമ്പോഴാ അനർത്ഥങ്ങൾ സംഭവിക്കണേ. ഇനി നീ എങ്ങും പോണ്ട, അമ്മയെ ചികിത്സിക്കണം. അതിനുള്ള കാശ് എങ്ങനെയും ഉണ്ടാക്കിയാൽ മതി. ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് മനസ്സിലാക്കാൻ പറ്റണില്ല മുത്തപ്പ. ജീവിതം മുഴുവൻ ചുറ്റുവലിഞ്ഞിരിക്കുന്ന ചങ്ങലകൾ, ഉരുക്കുകൾ, പിന്നെ കുറച്ച് കണക്കുകൾ, അതൊക്കെ ഒന്ന് തീർക്കണം. അമ്മയെ പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരാം. അമ്മയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കണം. അത് വേണം കുട്ടി, അത് വേണം. സുഭദ്ര വെറുമൊരമ്മയല്ല, ശരിക്കും ആ അമ്മയാ. എന്ന വാക്കുകൊണ്ട് പൂജ ചെയ്തിടാം, അമ്മ എന്ന വീണ കൊണ്ട് പാട്ടു നീട്ടിടാം. നെഞ്ചിലെ പാദമൃതേകി വേനലിൽ തണലായി എന്റെ ഈ ജന്മം നിന്നു കൊള്ളും ഒരു യാത്രയിൽ അമ്മ എന്ന വാക്കുകൊണ്ട് പൂജ ചെയ്തിടാം. അമ്മ
അമ്മയെന്ന വീണ കൊണ്ട് പാട്ടു നീട്ടിടാം. ആദ്യം നീ ഹരിശ്രീയായി നാത്തുമ്പിൽ, അറിവായി നീ അകമിഴിയിൽ, പിന്നെ നീ സ്വരമഴയായി ഇടനെഞ്ചിൽ, സംഗീതം മുറജപമായി കാറ്റിൽ കെടാതെ കൈത്തിരി നാളമായി കാവൽ ഇരുന്നെന്റെ കാറ്റൽ പലോടി. മായാത്ത കണ്ണീര് മറ്റാരും കാണാതെ ചുണ്ടിൽ പകരും കടലാണു നീ. അമ്മയെന്ന വാക്കുകൊണ്ട് പൂജ ചെയ്തിടാം. ജീപ്പിൽ വരും ഒരാൾ, ചിലപ്പോൾ നീ നിൽക്കുന്ന വഴിയിലൂടെ. അപ്പുറത്തെ വഴിയിൽ ഞാനുണ്ട്. എന്താ ബോംബ്. നീ നിൽക്കുന്ന വഴിയിലൂടെ വന്നാൽ നീ എറിയണം. എന്റെ വഴിക്ക് വന്നാൽ ഞാൻ നോക്കിക്കൊള്ളാം. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പകയ്ക്കരുത്. ഒറ്റ ഏറ്. ഞാനിതിന് സമ്മതിച്ചത് നിന്നെ കൊല്ലാനാ. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്. ഞാനിത് നിന്റെ ചങ്കിലിട്ടെറിയും. കൊല്ലടാ, കൊല്ലടാ, എറിയാൻ. എറിയടാ, എന്റെ ചങ്കിലിട്ടെറി. എറിയാൻ. വയ്യ, എനിക്ക് വയ്യ. ആരെയും കൊല്ലാൻ എനിക്ക് പറ്റില്ല. ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടണം. മരണത്തിന്റെ ഗന്ധമുള്ള ഈ വഴിന്ന് എനിക്ക് രക്ഷപ്പെടണം. എന്നെ ജീവിക്കാൻ അനുവദിക്കണം. എന്തിനാ കരയണേ?
ഇത് കഴിച്ചില്ലേ? കഴിച്ചോളാം. നാളെ ആശുപത്രി പോണെന്ന വത്സല പറഞ്ഞ് അമ്മയുടെ അടുത്ത്. ഇപ്പോ ഒരാഴ്ചയില്ലേ ഒന്ന് പോയി കണ്ടിട്ട്? എല്ലാം ഭേദമായി കാണും. അമ്മയെ ഡിസ്ചാർജ് ചെയ്യാൻ പറയൂ ഡോക്ടർ. അമ്മ വരുന്നതിന് മുമ്പ് ജീവൻ എടുക്കാന്ന് വിചാരിച്ചതാ. ആരും സമ്മതിക്കില്ലല്ലോ, പൂട്ടിയിട്ടേക്കല്ലേ. ഈ അവസ്ഥയിൽ അമ്മേനെ കാണാന്ന് വെച്ച നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ വെച്ച് വത്സലയെ ചന്ദ്രന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ ഉത്തരവാദിത്തമുള്ളവനായിരുന്നു ഞാൻ. സാധിച്ചില്ല. പകരം പോലീസുകാരെയും ഗുണ്ടകളെയും പേടിച്ച് ഒറ്റയ്ക്ക് ഈ വീട്ടിൽ കിടക്കാൻ പറ്റാതെ ചന്ദ്രന്റെ വീട്ടിൽ അഭയം തേടേണ്ടി വന്നു അവൾക്ക്. പിന്നെ വെറുതെ നിന്നെ എല്ലാം ഞാൻ കാരണം. ഞാൻ മാത്രം. എന്തിനാ ഇതൊക്കെ പറയണത്? ഞാൻ ചെയ്ത തെറ്റുകൾക്ക് മരണമല്ലാതെ മറ്റൊരു പരിഹാരമില്ല. മരണം എന്റെ മുന്നിലുണ്ട്, പക്ഷെ എത്തിപ്പെടാൻ പറ്റുന്നില്ല. ഒരു ഉപകാരം ചെയ്യൂ, നീ പോകുമ്പോ പുറത്തെ വാതിലൊന്ന് തുറന്നിടൂ. കുമാരേട്ടൻ വെറുതെ ഒരു നാലോചിച്ച് വിഷമിക്കാണ്ടിരിക്കെ. വയ്യ, എനിക്കിനി വയ്യ. അങ്ങനെയൊന്നും പറയരുത്. കുമാരേട്ടന്റെ ഏതവസ്ഥയിലും ഞാനുണ്ടാവും കൂടെ എന്നും. മുടിയാട്ടം കഴിഞ്ഞപ്പോ നേരം വെളുത്തു, അതാ വൈകിയത്. ചന്ദ്രേട്ട എന്തെങ്കിലും കഴിച്ചോ? ഞാൻ ചായ ഇടട്ടെ? എനിക്ക് വേണ്ട. ചായ ഉണ്ടാക്കി എന്റെ അളിയനോണ്ട് കൊടുക്കും, കുമാരന്. ചാവാണ്ട് കിടക്കട്ടെ. എന്തിനാ ചന്ദ്രേട്ട എപ്പോഴും ഇങ്ങനെ ഓരോന്ന് കുത്തി പറയണേ? പറയൂടി, പറയും. ഏത് പോലീസുകാരനെ എപ്പോ കണ്ടാലും എന്നെ സംശയിച്ചു നോക്കും. പോരാട്ടിന് മറ്റവരും എത്തിയിട്ടുണ്ട്, ദുർഗ. ഇനി എന്നെ മെക്കിട്ട് കയറാൻ പോലീസിന് ഒരു കാരണം കൂടിയായല്ലോ. അമ്മേ, ഞാൻ പോണ്. സിന്ദാബാദ്, സിന്ദാബാദ്, കുരുവിപ്പെങ്ങൾ സിന്ദാബാദ്.
ഇവിടെ നിർത്തിക്കോ, ഇവിടെ നിർത്തിക്കോ. ഒന്നും സംഭവിച്ചിട്ടില്ല, ഇനി ഒന്നും സംഭവിക്കുകയില്ല. എങ്ങും തങ്ങാൻ പറ്റുന്നില്ല. എവിടെയും പോലീസിന്റെ കണ്ണുകളാ. നാട്ടിലും മലയിലും എല്ലാം അവരുടെ ആളുകളാ. നീ ഒന്നും പേടിക്കണ്ട. തൽക്കാലം തെളിവുകൾ നശിപ്പിക്കുക. അതും ജീവിച്ചിരിക്കുന്ന തെളിവുകൾ, സംസാരിക്കുന്ന തെളിവുകൾ. കുമാരൻ, അവൻ എന്നും നമുക്കൊരു ഭീഷണിയാ. കാല് പോയെങ്കിലും അവന്റെ ബുദ്ധിക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഏത് കോടതിയിലും അവൻ നമുക്കെതിരെ തെളിവ് പറയാം. ഞാൻ എന്ത് ചെയ്യണം? ഭ്രാന്തിയായ അമ്മയും രണ്ടുകാൽ നഷ്ടപ്പെട്ടവനുമായ കുമാരൻ ആത്മഹത്യ ചെയ്തു. കാരണം നിരാശ. എന്താ, ഒരു പണി ചെയ്തു കഴിയുമ്പോൾ അതിന്റെ ബാക്കി പത്രമായി വരുന്ന ചില സത്യങ്ങളെ നമ്മൾ സൂക്ഷിക്കണം. സുഭദ്രാമേ, സുഭദ്രാമേ, അകത്തേക്ക് വെച്ചോ. നാളെ പോണ്ടേ കീഴ്ക്കാവില്? പോണം മുത്തപ്പ. വിളിച്ചാ കേക്കണ ദൂരല്ലേ ഉള്ളോ കാവിലേക്ക്? കഴിഞ്ഞ കൊല്ലം നേർന്ന് നോയമ്പെടുത്തതാ. പോവാൻ പറ്റിയില്ലല്ലോ. ഇക്കൊല്ലമെങ്കിലും കീഴ്ക്കാവില് കോമരം കെട്ടണം. മുത്തപ്പൻ എല്ലാരോടും പറയണം. ഞാനും കൂടി വരട്ടെ നാളെ കീഴ്ക്കാവില്? പോന്നോളൂ. എത്ര നാളായി ഒന്ന് ഉറഞ്ഞാടി കാളിയെ സ്തുതിച്ചിട്ട്. മാത്രമല്ല ഇനി ഒരു അനർത്ഥവും ഉണ്ടാവാതിരിക്കാൻ പോണം. കാളിയേ ശിവമണിതായേ
എന്തിനപ്പ ഇവിടെ വന്നേ? വെറുതെ വെറുതെ നിന്നെ ഒന്ന് കാണാൻ. നീ പേടിക്കണ്ട. നിങ്ങൾ അന്വേഷിച്ച പോലീസ്? എനിക്കറിയാം. എന്നാലും എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ലടാ. എന്തു വന്നാലും ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നീ ഇങ്ങനെ പേടിക്കുന്ന എന്തിനാ? ഈ ഒരു അവസ്ഥയില് നിന്നെ രക്ഷിക്കാന്നുള്ളത് എന്റെ ബാധ്യതയാണ്. കുമാര, നീ ഇങ്ങനെ തകർന്നു ജീവിക്കേണ്ട കാര്യമില്ല. നിനക്ക് ഞാനുണ്ട്. നീ എനിക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്തു തരണം. എന്താ? നീ കണ്ടതും ചെയ്തതുമായ കാര്യങ്ങൾ കണ്ടിട്ടില്ലെന്നും ചെയ്തിട്ടില്ലെന്നും പറയണം കോടതിയിൽ. എന്താ? നീ അറിയുന്ന ചിലരെ ഒരിക്കലും കണ്ടിട്ടില്ലെന്ന് പറയണം. പറ, നിനക്കെന്താണ് വേണ്ടത്? എന്നെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകൂ, കിണറ്റിനടുത്തേക്ക്. ഈ കിണറ് നിനക്ക് ഭയങ്കര ഇഷ്ടല്ലേ? എത്ര അടി ആഴം കാണും? അറിയില്ല. നിറയെ വെള്ളമുണ്ടല്ലോ. എന്തിനാ ഇതൊക്കെ അറിയണേ? ഭ്രാന്തിയായ അമ്മയും രണ്ടുകാൽ നഷ്ടപ്പെട്ടവരുമായ കുമാരൻ ആത്മഹത്യ ചെയ്തു. കാരണം നിരാശ. അല്ല, വാളുകൾക്ക് മൂർച്ചയുണ്ടോന്നും കിണറുകൾക്ക് ആഴമുണ്ടോന്നും എന്നും തിരക്കുന്നവനാണ് ഞാൻ. നീ എന്താ സ്വപ്നം കാണുകയാണോ? പേടിക്കണ്ട, നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം. അല്ലെങ്കിൽ വേണ്ട, ഈ കിണറിൽ നിനക്ക് രക്ഷയുണ്ട്. വാടാ, എണീക്ക്.
അമ്മ